السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل وسلم وبارك على هذا النبي العظيم أرسلته رحمة للعالمين. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, ദീനുൽ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ ഫിഖ്ഹിന്റെ ക്ലാസ്സിൽ വുളൂ, കുളി, തയമ്മം പോലെയുള്ള ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. അതായത് ഖുർആൻ ഓതാനും തൊടാനും വുളൂ നിർബന്ധമുണ്ടോ? മുസഹഫ് എന്ന് പറഞ്ഞാൽ അതിൽ പരിഭാഷ പെടുമോ, അല്ല മൊബൈൽ ഫോൺ പെടുമോ, അല്ല മറിച്ച് നമ്മൾ ഇന്ന് ഓതുന്ന രണ്ട് ചട്ടക്കുള്ളിലുള്ള ആ അള്ളാഹുവിന്റെ വചനങ്ങളാകുന്ന ആ ലിപി മാത്രമായിട്ടാണോ മുസഹഫിനെ പരിഗണിക്കുന്നത്? അതേപോലെ തന്നെ തഹാറത്തും ഖിലാഫത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സുന്നത്താക്കപ്പെട്ട വുളൂ ഏതൊക്കെയാണ്? നിർബന്ധമായി ചെയ്യേണ്ട വുളൂ ഏതൊക്കെയാണ്? അതേപോലെ തന്നെ ചില മദ്ഹബിന്റെ കിതാബുകളിൽ പറഞ്ഞ ബിദ്അത്തായ വുളൂ ഏതൊക്കെയാണ്? ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. അതേപോലെ തന്നെ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത ആളുകൾ ആരാണ്? അശുദ്ധിയോടുകൂടി പള്ളിയിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഏതു തരം അശുദ്ധിയാണ്? അതേപോലെ തന്നെ ബാങ്കും ഇഖാമത്തും അതിന്റെ പ്രാധാന്യം എന്താണ്? യാത്രക്കാരനായ ആളും നാട്ടിൽ നിൽക്കുന്ന ആളും വുളൂ ചെയ്തതിനു ശേഷം കാലിൽ ഷോക്സ് ധരിച്ചാൽ ആ ഷോക്സിന്മേൽ തടവേണ്ട കാലാവധി എത്ര ദിവസമാണ്? ആ തടവിയ ഷോക്സ് ഉൾപ്പെടെ പിന്നീട് നാം അത് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങളെല്ലാം നമ്മൾ അൽഹംദുലില്ലാഹ് സംസാരിച്ചു. ഇന്ന് നമുക്ക് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്കിടയിൽ കടന്നു വന്നിട്ടുള്ള തെറ്റായ ചില കാര്യങ്ങളും അശ്രദ്ധ കൊണ്ട് നാം വിട്ടുപോകുന്ന ചില കാര്യങ്ങളും നിർബന്ധമായി നാം ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സുന്നത്തുകളും അതിനോടനുബന്ധമായ ചില കാര്യങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വിവരിക്കുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അലൈക്കും ബിസകീനതി വവഖാർ, ശാന്തമായ
സമാധാനമായ മനസ്സോടുകൂടിയും എന്നാൽ വക്കാറത്തോടുകൂടി അഥവാ ഗാംഭീര്യത്തോടു കൂടിയുമാണ് നിങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇത് നമസ്കാരം അല്ലാഹു സ്വീകരിക്കുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. മാത്രമല്ല നമുക്കും ഖുശൂഅോടുകൂടി വളരെ നല്ല ഭംഗിയായിക്കൊണ്ട് മൊബൈൽ ഭംഗിയായിക്കൊണ്ട് നമസ്കാരം പൂർത്തീകരിക്കുവാനും നമുക്ക് ആവശ്യമായ കാര്യമാണ് എന്ത്? സമാധാനം, അതേപോലെ തന്നെ സാവകാശം എന്നുള്ളത്. അൽ അജലു മിനശ് ശൈത്വാൻ, ധൃതി പിശാചിൽ നിന്നാണ്. സബറും മിനല്ലാഹ്, ക്ഷമ അല്ലെങ്കിൽ സാവകാശം, സമാധാനം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പോ ധൃതിയോടുകൂടി തിരക്കിട്ട് കിതച്ച് ഓടി നമസ്കാരത്തിലേക്ക് വരിക എന്നുള്ളത് പാടില്ല. ഒരാൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അയാളുടെ മുമ്പിൽ ഭക്ഷണം തയ്യാറായിട്ടുമുണ്ട്, എങ്കിൽ അയാള് നിസ്കാരം കഴിഞ്ഞ് ഒന്നും ഭക്ഷണം കഴിക്കാം എന്നല്ല റസൂലുള്ളാഹി മറിച്ച് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ പോയാൽ മതി എന്നാണ്. എന്താ കാരണം? അയാളുടെ മനസ്സ്, അയാളുടെ ഖുശൂ അതൊക്കെ തെറ്റും. എന്നതുപോലെ ധൃതിയോടുകൂടി പള്ളിയിലേക്ക് കതച്ചു ഓടി വരിക. പല ആളുകളും ഇഖാമത്ത് വിളി കേൾക്കുമ്പോ പള്ളിയിലേക്ക് ഓടി വരുന്നവരുണ്ട്, പരിസരത്തെ വീടുകളിൽ നിന്ന്. ജമാഅത്തിന് വരാൻ താല്പര്യമുള്ളവർ തന്നെ ബാങ്ക് വിളിച്ചാൽ ഇതുകൊണ്ടല്ല 20 മിനിറ്റ് എന്നുള്ള ഒരു മനസ്സാണ്. അപ്പൊ പെട്ടെന്ന് വാച്ചിക്ക് നോക്കും. കാരണം എന്താ? പിശാച് നമ്മളെ അവ്വൽ വക്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചിന്തകളും ചുറ്റുപാടുകളും ഒക്കെ ഓനുണ്ടാക്കും. നമ്മളെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. ഗഫലത്ത്, മറവി ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് 12:55 ആയല്ലോ, ആകെ ഒരു മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കിട്ടോ അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് ഓടും. കിതച്ചു വന്നിട്ട് ചിലപ്പോൾ നടന്നു വരുന്ന ആൾക്കാരാണെങ്കിൽ കിതച്ചു വന്നിട്ട് ഈ പള്ളി കയറി അങ്ങനെ നേരെ അത് ഒന്നെടുത്ത് ഓടി വന്നിട്ട് എന്ത് ചെയ്യും? ആ റക്കായത്ത് പോകരുത് എന്നുള്ളവർക്ക് വന്ന് കൈ കെട്ടും. എന്നിട്ട് ബോക്സ് ഉണ്ടെങ്കിൽ മൈക്ക് ഉണ്ടെങ്കിൽ അവന്റെ കഥപ്പിന്റെ ശബ്ദം ശരിക്ക് കേൾക്കാൻ പറ്റും. അത്രയും വലിയ ഹൃദയം പഠിപ്പിക്കാറ് വളരെ വലിയ മോശമായ രീതിയാണ്. അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. മാത്രല്ല ഈ ഒരൊറ്റ കാര്യം കൊണ്ട് അവന് നഷ്ടപ്പെടുന്ന എന്തൊക്കെ സുന്നത്തുകളാണ്. ഒന്ന്, ഒരു കർമ്മം കൃത്യമായി ചെയ്യാനുള്ള നിബന്ധനകളിൽപ്പെട്ടതാണെന്ത്? ഇത്തിബാ, നിയ്യത്ത്. ഈ രണ്ടും അവിടെ പാളുകയാണ്. കാരണം എന്താ? ഇത്തിബാ എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹിയുടെ ചര്യ അനുസരിച്ച് കൊണ്ടാണ് ഒന്നു കൊടുക്കേണ്ടത്. തിരക്കിട്ടുള്ള ഒന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസ്മി ഇറക്കും. ചിലപ്പോ 3 വട്ടം കൃത്യമായി കഴുകേണ്ടത് 4 or 5 ആവും. ചിലപ്പോ കുറയും. നനയേണ്ട അവയവങ്ങൾ പൂർണ്ണമായിട്ട് നനഞ്ഞോളന്നില്ല. ഇനി അത് കഴിഞ്ഞാൽ തന്നെ സമാധാനത്തോടു കൂടി ഒന്നുവിന്റെ പ്രാർത്ഥന ചൊല്ലിയിട്ട് ആണ് കയറേണ്ടത്. പള്ളി കയറുമ്പോ ബിസ്മില്ലാഹിൽ അദീം വബിവജ്ഹിൽ കരീം വസുൽത്താനിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹു മുഫ്തഹ് ലി അബ്വാബ് റഹ്മതിക. ഇത്ര സമാധാനത്തിൽ ചെല്ലുന്ന പ്രാർത്ഥന. തിരക്കിട്ട് പാഞ്ഞു വരുന്നവന് ചെരുപ്പൊക്കെ ഒരു കുറച്ചിലാണ്. ഒരു ചെരുപ്പ് അങ്ങോട്ട് വീണ് മറ്റേ ചെരുപ്പ് വെക്കേണ്ടടുത്ത് വെച്ച് ചിലപ്പോ അതിൽ കാല് തെന്നി കാണുന്ന തറമ്പല അടിച്ച് നിസ്കാരം ഉണ്ടാവില്ല, നേരെ ആശുപത്രി കൊണ്ടുപോയി. ഇതൊക്കെ എന്താണ്? അജലാണ്, ധൃതിയാണ്. ഇന്നൽ ഇൻസാന അജൂൽ, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും മനുഷ്യൻ ധൃതി കാണിക്കുന്നവനാണ്. ഈ അജൂൽ എന്നൊരു പേര് മനുഷ്യനുണ്ട്. ഇത് കിട്ടിയതിന് താരീഖ് പറയുന്നത് രസകരമായ ചരിത്രമുണ്ട്. ചരിത്രത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ മണ്ണ് കൊണ്ട് നിർമ്മിച്ചു. മണ്ണ് കുഴച്ചിട്ടാണ് മനുഷ്യരൂപം ഉണ്ടാക്കിയത്. അങ്ങനെ മനുഷ്യന്റെ രൂപം പൂർണ്ണമായി ഉണ്ടാക്കിയതിനു ശേഷം അല്ലാഹു തആല അതിലേക്ക് ആത്മാവിനെ ഊതുകയാണ്, ജീവൻ ഊതുകയാണ്. ആ ഊതിയത് മൂർത്താവിൽ നിന്നാണ്. മൂർത്താവിലൂടെ ഊതി അത് കാലിന്റെ തള്ളവിരൽ വരെ പൂർണ്ണമായി എത്തുക. അപ്പൊ ആ റൂഹ് ഊതപ്പെടുന്ന സന്ദർഭത്തിൽ അത് ഊതി ഏകദേശം പകുതി അഥവാ നെഞ്ചും കഴിഞ്ഞ് വയറിന്റെ ആ ഭാഗം എത്തിയപ്പോഴേക്കും ജീവൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേറ്റു എന്നാണ്. അതിനെ സംബന്ധിച്ചാണ് ഇന്നൽ ഇൻസാന അജൂല,
മനുഷ്യൻ തീർച്ചയായും ധൃതി കാണിക്കുന്നവനാണ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് പറയപ്പെടുന്നു. അപ്പോ ധൃതി കാണിക്കുക അതിന് ആവശ്യമല്ല. ധൃതി കാണിക്കേണ്ടതുണ്ട്. ദീനിൽ നമ്മള് മടുപ്പോ അല്ലെങ്കിൽ പിന്നെ ഒരു എന്താ പറയാ ആവേശക്കുറവൊന്നും പാടില്ല. നല്ല ആവേശം ഉന്മേഷമൊക്കെ വേണം. പക്ഷെ അതും ധൃതിയും വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ അതിനു വേണ്ടി ഒരുങ്ങി വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്ന്, പള്ളിയിൽ നിന്നാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഒതുവെടുക്കാനുള്ള സമാധാനത്തോടു കൂടി പ്രാർത്ഥന ചൊല്ലി അങ്ങനെ കയറി ആ സുന്നത്തനുസരിച്ച് ഒതുവെടുത്ത് ഒതുവിന്റെ പ്രാർത്ഥനയും കഴിഞ്ഞ് നേരെ വന്ന് സഫ് നോക്കി വലത്തെ സൈഡാണെങ്കിൽ ആദ്യം കയറേണ്ട വലത്തെ സൈഡിലാണ് കൂലി. പിന്നീട് ഇടത് ഭാഗത്തുള്ളത്. ഈ തിരക്കിട്ട് വരുന്നവന് അതൊന്നും നോക്കൂല. ചിലപ്പോ ഒരു സഫില്ല, ഈ മുന്നത്തെ സഫ് തന്നെ ഒരാൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. ആൾക്കാരൊന്നും അടുപ്പിച്ചാൽ ഒരാൾക്ക് അവിടെ നിൽക്കുക, അതൊന്നും ശ്രദ്ധിക്കൂല. ഓടി വന്ന് ഒറ്റക്ക് കൈയിട്ടു, വേഗത്തെ സഫിൽ നിന്ന് കൈയിട്ടു. അപ്പൊ ഇതൊക്കെ എന്താ സംഭവം? ധൃതിയാണ്. അലൈക്കും ബിസക്കീനത്തി വവഖാർ. നിങ്ങൾ സമാധാനത്തോടുകൂടിയും ഗാംഭീര്യത്തോടു കൂടിയുമാണ് പള്ളിയിലേക്ക് വരേണ്ടത്. ധൃതി പിടിച്ച് ഓടിച്ചാടി വരാൻ പാടില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഓടിച്ചാടി വരുന്ന ആളുകള് ഇമാമു റുകൂഇലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ ആ ആയത്തിന്റെ ആ സൂറത്തിന്റെ അവസാനത്തെ ഭാഗം വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്നുള്ള ആ ആയത്തിൽ അവസാനിച്ചാ പിന്നെ റുകൂക്ക് പോകുന്നവൻക്കറിയാം വേഗം വരും. അപ്പൊ ആയത്ത് കയ്യിൽ ഇമാം റുകൂക്ക് ഒപ്പേകാരം വേണ്ട വരലും റുകൂക്കാണ്. ഈ ആൾക്ക് റുകൂക്ക് കിട്ടിയത് കൊണ്ട് ആ റക്അത്ത് പരിഗണിക്കുമോ ഇല്ലേ? ഇതൊരു ചർച്ചയാണ്. ഇമാമിന്റെ കൂടെ റുകൂക്ക് തുമഈനത്തായി കിട്ടണം. തുമഈനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അടക്കത്തോടു കൂടിയും ഒതുക്കത്തോടു കൂടിയും കിട്ടണം. അങ്ങനെ കിട്ടിയാൽ ആ റക്അത്ത് പരിഗണിക്കപ്പെടും തന്നെയാണ് ഹനഫി, ഹംബലി, മാലിക്കി പറഞ്ഞിട്ടുള്ളത്. മൂന്ന് മദ്ഹബിലും അത് കിട്ടുന്നതാണ് പറഞ്ഞത്. പക്ഷെ അതിനെന്ത് വേണം? തുമഈനത്ത് വേണം, അടക്കം വേണം. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ അടക്കത്തോടു കൂടിയും ഒതുക്കത്തോടു കൂടിയും നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം എന്നാണ്. അപ്പോ റക്അത്ത് ലഭിക്കും, റുകൂഅ് ലഭിച്ചാൽ എന്ന ആ ഒരു പണ്ഡിതന്മാരുടെ ഇജ്മാ അല്ലെങ്കിൽ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാചകത്തിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഇജ്മാ അത് ആർക്കാണ് ബാധകം? ഒന്ന്, സ്ഥിരമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളുകൾ. അത് ഒന്നാമത്തെ വിഭാഗം. അതാണ് അവ്വൽ സഫിന് എല്ലാ വക്തിനും കൃത്യമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അയാൾക്ക് നേരം വൈകിയപ്പോ എന്ത് ചെയ്തു? അയാൾ വേഗം വന്ന് റുകൂക്ക് പോയപ്പോ ഇമാമിന്റെ കൂടെ എന്ത് ചെയ്തു? കൈ കെട്ടി വേഗം റുകൂക്കാണ് പോയി. അയാൾ ഫാത്തിഹ ഓതിയിട്ടില്ല. കാരണം ഹദീസിൽ കാണുന്നത് ലാ സ്വലാത്ത ലിമൻ യഖറഉ ബിഫാത്തിഹത്തിൽ കിതാബ്. ഇമാം ബുഖാരി തിരിച്ച ഹദീസാണ്. ഫാത്തിഹ ഇല്ലാത്തവൻ എന്തില്ല? നമസ്കാരമില്ല. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിന്റെ വാജിബാത്തുകൾ പെട്ടതാണ്. അപ്പൊ ആ ഫാത്തിഹ ഇല്ലാത്ത നിസ്കാരമില്ല. അപ്പൊ ഇവിടെ ഫാത്തിഹ കിട്ടിയിട്ടില്ല, പ്രാരംഭ പ്രാർത്ഥന കിട്ടിയിട്ടില്ല, അതേപോലെ തന്നെ ചെറിയ സൂറത്ത് എന്ന സുന്നത്തും അതൊന്നും ഓതിയിട്ടില്ല. നേരെ റുകൂക്കാണ് പോവാ ചെയ്തത്. എന്നാലും കൃത്യം ജമാഅത്തിന് പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ റുകൂക്ക് മാത്രമാണ് കിട്ടിയതെങ്കിലും ആ റക്അത്ത് പരിഗണിക്കപ്പെടും എന്നാണ് ഒന്ന്. ഇനി രണ്ടാമത്തത്, അങ്ങനെ കൃത്യം ജമാഅത്തിന് വന്നോന്നൊന്നുമില്ല, ഏതൊരു സാധാരണ ജമാഅത്തിന് വന്ന് പങ്കെടുക്കണോനും റുകൂക്ക് കിട്ടിയാൽ റക്അത്ത് പരിഗണിക്കപ്പെടും. പക്ഷെ അതെങ്ങനെ കിട്ടണം? ഈ പറഞ്ഞ ധൃതിയിൽ വന്നാൽ കിട്ടൂല. സമാധാനത്തിൽ വന്നിട്ട് ഓന് റുകൂക്ക് കിട്ടി ആ പ്രാർത്ഥന ചെല്ലാൻ സമയം കിട്ടിയാൽ ആ റക്അത്ത് പരിഗണിക്കപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ ബേജാറാകണത്? ഇനിയിപ്പോ ഒരു 4 റക്അത്തുള്ള നിസ്കാരത്തിന് നമുക്ക് ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം? സലാം വെട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നിസ്കരിച്ചോളി, കിട്ടിയത് എടുത്തോളി, അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി കഴിഞ്ഞാൽ സലാം വെട്ടി നമുക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ മതി. അപ്പൊ ഇങ്ങനത്തെ പല കൃത്യമായ നിയമങ്ങളും ഉദറുകളും ഇസ്ലാമിലുണ്ട്. പക്ഷെ ഇതൊന്നും ചിന്തിക്കാനോ പഠിക്കാനോ ഒരു താല്പര്യമില്ല. മാത്രമല്ല ഒന്നിനൊരു സാവകാശമില്ല. അങ്ങനെ സമയം കളഞ്ഞ് അങ്ങാടിയിലും പെരയിലും മൊബൈലിലും വെറുതെ കളിച്ചിരിക്കുക. ശറഅ് പ്രകാരമുള്ള നിയമം എന്ന് പറഞ്ഞാൽ ജോലിയാണ്. നിർബന്ധമായി തീർത്തു കൊടുക്കേണ്ട ജോലി അവിടെ ഉണ്ടെങ്കിൽ അന്യന്റെ പിന്നെ കീഴിൽ നിന്നുകൊണ്ടുള്ള തൊഴിലാണ്. അവിടെ
നമ്മള് ദീനും മറ്റും പറഞ്ഞാൽ അധികാരം പറഞ്ഞിട്ട് പോരാൻ പറ്റൂല. അപ്പൊ മഗ്ലൂമാണ്, ഒരു എതിറുണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ട്. ഇതൊന്നുമല്ല അധികം ആൾക്കാർക്ക് ഇത് പോണീന്റെ കാരണം വെറുതെ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, ഒന്ന് മുൻകൂട്ടി തയ്യാറാക്കി ഒരു റാഹത്തോടു കൂടിയും ഗാംഭീര്യത്തോടു കൂടിയും ഇൻഷാ അള്ളാ പ്രവേശിക്കണം എന്നാണ് പറയാനുള്ളത്. റുക്കൂ മാത്രം ലഭിച്ചാലും ആ നമസ്കാരത്തിൽ ആ നഷ്ടപ്പെട്ട ആ റക്അത്ത് പരിഗണിക്കപ്പെടുന്നത് ഈ രൂപത്തിൽ മാത്രമാണ്. അഥവാ കൃത്യം ജമാഅത്തിന് വരുന്ന ആളുകൾക്ക് റുക്കൂ കിട്ടിയാൽ മതി, ജമാഅത്ത് പൂർണ്ണമായിട്ട് കിട്ടിയതിന്റെ കൂലി കിട്ടും, അയാൾ മടക്കി നിസ്കരിക്കേണ്ടതില്ല റക്അത്ത്. പിന്നെ സാധാരണഗതിയിൽ തന്നെ വരുന്നവനും സമാധാനത്തോടുകൂടി റുക്കൂയിൽ ഇമാമിനെ പിന്തുടർന്നാൽ ആ റക്അത്ത് വീട്ടേണ്ടതില്ല. അല്ലാത്തവർ എന്ത് ചെയ്യണം, സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് നമസ്കരിക്കണം എന്നുള്ളതാണ്. ലാ സ്വലാത്ത് ലിമൻ യഖറഉ ബിഫാത്തിഹത്തിൽ കിതാബ്, അഥവാ ജമാഅത്ത് സൂറത്തുൽ ഫാത്തിഹ ഇല്ലാത്തവർ നമസ്കാരമില്ല എന്നുള്ളത് അത് ഈ വിഷയത്തിൽ ബാധകമല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയോട് പറഞ്ഞു കൊടുത്തതാണ്. ഒരു സ്വഹാബി നിസ്കരിക്കാൻ വേണ്ടി ഇതേപോലെ വന്നു, സമാധാനത്തിലാ വന്നത്, തീരുന്നില്ല. പക്ഷെ കേറിയ സമയത്ത് ഇമാമു റുകൂക്ക് പോയി. അപ്പൊ ഞാൻ നടന്നു വന്ന് സഫിൽ കയറുമ്പോൾ തന്നെ റക്അത്ത് പോകുന്നവർക്ക് എന്ത് ചെയ്തു, ആ സ്ഥലത്ത് തന്നെ ആ സ്വഹാബി റുക്കു ചെയ്തു. ഒന്നുകൊടുത്ത് അവിടെ തന്നെ റുക്കുവിൽ നിന്നിട്ട് എന്ത് ചെയ്തു, പതുക്കെ ഇങ്ങനെ നടന്നു വന്ന് സഫിക്ക് കയറി. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം വിശ്വാസം ചോദിച്ചു, ആരാണ് നമസ്കാരത്തിലേക്ക് നടന്നു വന്നത്? അപ്പൊ ഞാനാണ് നബി. അങ്ങനെ റുക്കൂ ചെയ്തിട്ട് ആ രൂപത്തിലൂടെ നടന്നു വന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ ആവശ്യമില്ല, ഈ നേരെ വന്ന് റുക്കൂ എന്ത് ചെയ്യാം, പൂർണ്ണമായി കിട്ടിയാൽ എനിക്ക് മടക്കേണ്ടതില്ല. അല്ലെങ്കിൽ അതെന്ത് ചെയ്യാം, മടക്കി നിസ്കരിക്കുക എന്നാണ്. അപ്പൊ ആ കാര്യമാണ് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇഖ്തിദാല്, അതേപോലെ സുജൂദ്, തഹിയ്യാത്ത്, അതില് പിന്നെ ഇഫ്തിറാഷിന്റെ ഇരുത്തം, വരിക്കുന്ന ഇരുത്തം, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പൊതുവെ നമ്മൾ നമസ്കാരത്തില് ഫസ്റ്റ് ഇതിൽ സംസാരിച്ചു പോയതായതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒന്നും കടന്നു പോകുന്നില്ല. ഇനി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇഖാമത്ത് വിളിച്ചാൽ പിന്നെ ഒരു സുന്നത്ത് നമസ്കാരം ഇല്ല എന്നതാണ്. ഇതും നമ്മൾ ആളുകൾക്കിടയിൽ അവഗണിക്കപ്പെട്ടതും അറിവില്ലായ്മ കൊണ്ട് വീണ്ടും തെറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഉഖീമത്തിസ് സ്വലാത്ത് വലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ. ഇദാ ഉഖീമത്തിസ് സ്വലാത്ത്, നിർബന്ധ നമസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ വലാ സ്വലാത്ത, പിന്നെ ഒരു നമസ്കാരവുമില്ല, ഇല്ലൽ മക്തൂബ, നിർബന്ധ നമസ്കാരമല്ലാതെ. ഉണ്ടോ? അപ്പൊ നിർബന്ധ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിച്ചാൽ പിന്നെ സുന്നത്ത് നമസ്കാരമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പള്ളിയിൽ കയറുമ്പോ ലേശം അന്തം വേണം. പള്ളിയിൽ കയറുമ്പോ ആദ്യം നോക്കേണ്ടത് നമസ്കാരത്തിന്റെ ബോർഡിലേക്കാണ്. നമസ്കാര സമയം എഴുതി വെച്ച ബോർഡ് ഉണ്ടാവും, അതിലേക്കൊന്ന് നോക്കുക, വാച്ചൊക്കെ ഒന്ന് നോക്കുക. സുന്നത്ത് സമാധാനത്തിൽ രണ്ടരക്കാത്ത് നിസ്കരിക്കാനുള്ള സമയം ഇല്ലെങ്കിൽ അതിന് നിൽക്കണ്ട, ഇരിക്കാഞ്ഞാ മതി. പള്ളിയിൽ കയറിയിട്ട് ഇരിക്കരുത്, അവിടെ നിൽക്കുക. ഇനി അല്ല, എനിക്ക് രണ്ടരക്കാത്ത് ചെറിയ തോതിൽ ഓതിയിട്ട് സമാധാനം നിസ്കരിക്കാൻ കഴിയുന്നുണ്ടെങ്കിലോ ഒന്ന് നിസ്കരിക്കുകയും ചെയ്യാം. ഇനി ഒരാളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ നിസ്കരിക്കാൻ കയറി കൈ കെട്ടി ഒരു റക്അത്ത് കഴിഞ്ഞപ്പോഴാണ് ഇമാമ് മഅ്മൂം അവിടെ സമയമാകുമ്പോ എന്ത് ചെയ്യും, ഇഖാമത്ത് കൊടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് പിന്നെ റുക്കൂ സുജൂദൊക്കെ തീർക്കും. അവിടെ പിന്നെ പ്രാർത്ഥനയും ആ അടക്കവും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആദ്യം നിസ്കരിച്ച ആ റക്അത്തും രണ്ടാമത്തെ റക്അത്തും നമ്മൾ അജഗജാന്തര വ്യത്യാസമായില്ലേ. ഒന്ന് സുന്നത്ത് അനുസരിച്ച്, രണ്ടാമത്തതോ സുന്നത്തൊക്കെ പോയി, പിന്നെ ആ രണ്ടരക്കാലത്തും ബാത്തിലാണ്. ആ സമയം ആ കുത്തിമറിച്ചില് ഉപകാരപ്പെടൂല. അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ വിഷയത്തിൽ ഫഖീഹായ അറിവില്ല. ഇദാ ഉഖീമത്തിസ് സ്വലാത്ത വലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ, നിർബന്ധ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് ഇഖാമത്ത് വിളിച്ചാൽ പിന്നെ അവിടെ സുന്നത്ത് നമസ്കാരം ഇല്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേട്ട ഒരാള്, ആ ഹദീസ് കേട്ടിട്ട് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനത് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് കേട്ട ഒരാൾ, പഠിച്ച ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരൂല. അയാൾ നേരത്തെ എത്തും, അയാൾക്ക് തഹിയ്യത്തും കിട്ടും, അതേപോലെ വുളൂഇന്റെ സുന്നത്തും കിട്ടും, ബാങ്കിന്റെ സുന്നത്ത് പണി അതും കിട്ടും, റവാത്തിബും കിട്ടും, നവാഫിലും കിട്ടും, ഒക്കെ കിട്ടും. ഇനി അതൊന്നുമില്ല, നമ്മൾ നേരെ കയറി വന്ന ആളാണെങ്കിലോ അയാൾക്ക് സുന്നത്ത് നമസ്കരിക്കാൻ ടൈം കിട്ടൂല എങ്കിൽ ഇരിക്കാതെ അവിടെ നിൽക്കുക. ഇനി നിസ്കരിച്ചിട്ടാണ് ഇഖാമത്ത് വിളിക്കുന്നതെങ്കിലോ അത്തഹിയ്യാത്തിലൊക്കെ ആണെങ്കിൽ ആ ഇഖാമത്ത് തീരുന്നവരെ നിൽക്കുക, അത്രേ ഉള്ളൂ.
അത്തയ്യാത്ത് പിന്നെ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളെ അത്തയ്യാത്ത് ബാക്കി 1 സെക്കൻഡ് പോലും 2 സെക്കൻഡ് പോലും പിന്നെ നീട്ടാൻ പറ്റൂല. കാരണം എന്താ, നിർബന്ധ നമസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചാൽ പിന്നെ സുന്നത്ത് അവിടെ പാടില്ല എന്നാണ്. അപ്പൊ അത് ഹറാമാവും. അപ്പൊ പണ്ഡിതന്മാര് പറഞ്ഞു, ഏതൊരവസ്ഥയിലാണോ നിസ്കാരത്തിൽ നിൽക്കുന്നത് അവിടെ എന്ത് ചെയ്യാ, അത് മുറിക്കുക. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ കയറി കയ്യെട്ടി അപ്പൊ ഇഖാമത്ത് വിളിച്ചു, കൈ താത്തിട, നേരെ സഫ് കണ്ടുവരാ. അവിടെയും ചില ആൾക്കാർക്ക് വിശ്വാസം എന്താ, ഞാൻ അതിങ്ങനെ കൈ കെട്ടി നമ്മൾ റുക്കൂക്ക് പോയി പിന്നീട് ഇത്തുകാർക്ക് വന്നപ്പോ ഇഖാമത്ത് കൊടുത്തിപ്പോ എന്താ കാട്ടുക, നിസ്കാരം മുറിക്കാന് സുജൂദ് പോയി അത്തയ്യാത്തിൽ ഇരുന്നിട്ടേ പറ്റുള്ളൂ. അങ്ങനെ എന്നിട്ട് വേഗം എന്ത് ചെയ്യും, 2 സുജൂദും ചെയ്ത് ഒന്ന് അത്തയ്യാത്തിൽ കയ്യൊക്കെ നീട്ടി അസ്സലാമു അലൈക്കും നീച്ചു പോരും. ഓന്റെ എന്താണ്, അത്തയ്യാത്ത് പോയി സുജൂദ് ചെയ്ത് സലാം വീട്ടിലേക്ക് തന്നെ ആ നിസ്കാരം റാഹത്തായി മുറിച്ചെന്നാവുള്ളൂ. അല്ല, ഈ ശുക്റിന്റെ സുജൂദ്, സദസ്സൈ തിലാവത്ത് എന്നൊക്കെ പറഞ്ഞ സുജൂദുകളില്ല, അതിനൊന്നും കിബില പ്രശ്നമല്ല, ഉദു നിർബന്ധമല്ല, നിൽക്കുന്ന അവസ്ഥയിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഈ മുറി. എങ്ങനെ, ഏതൊരു സ്പോട്ടിലാണുള്ളത് അവിടെയാണ് മുറിക്കുക. ഒരാൾ റുക്കൂലാണ് മുറിച്ചു പോരെ, ഒന്നും ചെയ്യണ്ട, സലാം വീട്ടൊന്നും വേണ്ട. റുക്കൂല് നിൽക്കുമ്പോ ഇഖാമത്ത് കൊടുത്തു, അപ്പൊ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ആ വേണ്ട. അത്തയ്യാത്തിലാണ് അസ്സലാമു അലൈക്കും, അന്നും വേണ്ട, ആ സ്പോട്ടിലാണ് മുറിക്കുക, നേരെ സഫിലേക്ക് വരിക. അത്രേ ഉള്ളൂ. അപ്പൊ ഈ കാര്യം നമ്മൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. ഒരിക്കലും നിർബന്ധ നമസ്കാരത്തിന് ഇഖാമത്ത് വിളിച്ചാൽ പിന്നെ സുന്നത്ത് നമസ്കാരം പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ജുമുഅക്ക് വരുമ്പോ ഇതേപോലെ തന്നെ ഈ സുന്നത്ത് നമസ്കരിക്കാതെ ഇരിക്കാൻ പാടില്ല. പള്ളിയിൽ കയറുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മുഅക്കദായ ഒരു കാര്യമാണ്. അത് പിന്നെ ഫർളാണ് എന്ന് ഉലമാക്കള് പറഞ്ഞൊരു വിഭാഗം അതിലുണ്ട്. എന്തായാലും മുഅക്കദായ സുന്നത്താന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല, അത് ലംഘിക്കാൻ പറ്റൂല. പക്ഷേ അവിടെയും ഇതേപോലെ തന്നെ ഒരു ചെറിയ അശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ അറിവില്ലായ്മ കുറവ് നമ്മൾ ആൾക്കാർക്കിടയിൽ കാണാം. എന്താ, ഇമാമ് മെമ്പറിൽ കയറി സലാം ചൊല്ലി ഇരുന്നു, ബാങ്ക് കൊടുത്ത്, അപ്പോഴാണ് ഒരാൾ കയറിയത്. അപ്പൊ എന്ത് ചെയ്യും, ചില ആൾക്കാരെ ഒന്നുകൂടി അങ്ങനെ നിൽക്കും. എന്തിന്, അതിന്റെ ബാങ്കിന് ജവാബ് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ജവാബൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വസീലത്തും ഫളീലത്തൊക്കെ ദുആ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നിസ്കരിക്കും. അതും വലിയ വലിയ വെറുക്കപ്പെട്ട കാര്യമാണ്. കാരണം എന്താ, ജുമുഅ എന്നത് ഫർള് ഐനാണ്, ജുമുഅയുടെ ഖുത്ബ എന്നത് ഇബാദത്താണ്. അപ്പൊ ഇബാദത്തായ ഖുത്ബ ശ്രവിക്ക എന്നത് ഫർള് ഐനാണ്. ഉറങ്ങിപ്പോയവരെ ജുമുഅ ബാത്തിലാവും. ഒരാള് സംസാരിക്കുമ്പോ ഉണ്ടല്ലേ എന്ന് പറഞ്ഞവരെ നിസ്കാരം ജുമുഅ ബാത്തിലാവുന്ന. അപ്പൊ അത്ര പ്രബലമായ ആ ഇബാദത്ത് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ സുന്നത്തിന് പ്രാധാന്യം ഉണ്ടോ അവിടെ? ഇല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ബാങ്കിന്റെ ജവാബ് എന്ന സുന്നത്തിനേക്കാൾ അവിടെ നിർബന്ധം ജുമുഅ കേൾക്കുക എന്നുള്ളതാണ്. ആ ജുമുഅ കേൾക്കണി എന്ത് വേണം, പെട്ടെന്ന് അയാൾ ചുരുങ്ങിയ രൂപത്തിൽ 2 റക്അത്ത് നിസ്കരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ഒന്നുകൊടുത്ത് കയറിയ ഒരാള് ബാങ്ക് ഇമാമ് ഇരുന്നതിന് ശേഷം ബാങ്ക് വിളിക്കുമ്പോഴാണ് കയറിയെങ്കിൽ ബാങ്കിന് മറുപടി പറയാൻ നിൽക്കല്ല വേണ്ടത്. പിന്നെ വേഗം വരിക, 2 റക്അത്ത് ലളിതമായി നിസ്കരിച്ച് വേഗം ഖുത്ബ ശ്രമിക്കുക. കാരണം ഖുത്ബ ശ്രമിക്കലാണ് അയാൾക്ക് നിർബന്ധം. ബാങ്കിന് ജവാബല്ല, സുന്നത്ത് മാത്രമാണ്. അപ്പൊ സുന്നത്തായ ഒരു കർമ്മം എടുക്കുക, നിർബന്ധം ഒഴിവാക്കുക പറ്റൂല. അതേപോലെയാണ് ഇഖാമത്ത് വിളിച്ചാൽ പിന്നെ സുന്നത്തിന് പ്രാധാന്യമില്ല. ഇത് രണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ രൂപത്തിൽ പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ലാ തുസല്ലി ഇലാ സുത്രതൻ വദിന മിൻഹാ, നിങ്ങൾ ഒരു സുത്രയിൽ പിന്നിൽ നിന്നല്ലാതെ നിസ്കരിക്കരുത്. പറഞ്ഞുണ്ട് എന്തെങ്കിലൊന്നും വാങ്ങിക്കള. അപ്പോ ലാ തുസല്ലി ഇലാ സുത്രതൻ വദിന മിൻഹാ, നിങ്ങളൊരു സുത്രയുടെ പിന്നിലല്ലാതെ നിസ്കരിക്കുക. ഒന്നുകിൽ ഒരാളെ പിന്നില്, ഇരിക്കുന്ന അയാളെ പിന്നിലിരിക്കുക, അല്ലെങ്കിൽ തൂണ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എന്ന് ആ രൂപത്തിൽ ശ്രദ്ധിക്കണം എന്നും അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോ ഇതാണ് അതിൽ. ഇനി ഈ വിഷയത്തിനെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, സുബഹിയുടെ സുന്നത്ത് നിസ്കാരം പല ആളുകളും നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കൽ കാണാൻ പറ്റും. ഫർദ് നിസ്കാരം സുബഹിക്ക് സലാം വീട്ടിന്റെ ശേഷം കാണാം, കുറച്ചേരൊക്കെ ദിക്റൊക്കെ എടുത്തതിന് ശേഷം കാണാം മോളിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചു പോണത്. സൂര്യൻ ഉദിക്കുന്നത് വരെ അഭിനന്ദില്ല, നിസ്കാരമില്ല. ആ സമയം ഹറാമാണ്. സുന്നത്ത് നിസ്കാരം നിഷിദ്ധമാക്കപ്പെട്ട സമയമാണ്.
ആ നിഷിദ്ധമാക്കപ്പെട്ട സമയം തന്നെ ഏത് നിഷിദ്ധമാക്കപ്പെട്ട സമയം? ഒരാൾ ആ സമയത്ത് പള്ളിയിലേക്ക് കയറി ദിക്റെല്ലാം നീക്കുമ്പോൾ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല ഈ പറഞ്ഞത്. റവാത്തിബ് സുന്നത്തുകൾക്ക് നിശ്ചയിച്ച സമയമുണ്ട്, അത് കഴിഞ്ഞു. ഫർള് കഴിഞ്ഞാൽ പിന്നെ ഇഷ്റാഖിന്റെ സമയം വരെ പിന്നെ നിസ്കാരം വേറല്ല. അപ്പൊ പിന്നെ അയാൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ റവാത്തിബ് നിസ്കരിക്കുന്നത്? അപ്പൊ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നഷ്ടപ്പെട്ടു പോയ സുന്നത്ത് തിരിച്ചെടുക്കുക എന്നുള്ള പരിപാടി, അതും ആർക്കേ ബാധകമുള്ളൂ? സ്ഥിരമായി റവാത്തിബ് സുന്നത്തുകൾ എടുക്കുന്ന ആളുകൾക്ക് അത് സ്വീകരിക്കപ്പെടുള്ളൂ. അല്ലാതെ എന്നും നേരം വൈകിയ എന്നും നിസ്കാരം കഴിഞ്ഞ ശേഷം സലാം കിട്ടി സുന്നത്ത് നിസ്കരിച്ചു പോയ ആ നിസ്കാരം കൊണ്ട് കുറ്റമാണ് കിട്ടുക, കൂലിയല്ല കിട്ടുക. മനസ്സിലായോ? സ്ഥിരമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. ഒരു ദിവസം മൂപ്പർക്ക് റവാത്തിബ് കിട്ടിയില്ല, കാരണം നേരം വൈകി വന്നത്, ജമാഅത്തേക്ക് കയറിപ്പോയി. അയാൾക്ക് സുബഹി സലാം വീട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ദിക്ർ എടുക്കാനുള്ള നിൽക്കണ്ട്. നിസ്കാരം വീട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്യുക? 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുക, പിന്നെ ദിക്റും കാര്യങ്ങളൊക്കെ ചെല്ലാം. അല്ല സ്ഥിരമായിട്ട് സുബഹിന്റെ സുന്നത്ത് സുബഹി നിസ്കാരത്തിന് ശേഷം എടുക്കാനുള്ളത് കടുത്ത തെറ്റാണ്, അത് സുന്നത്തിന് വിരുദ്ധമാണ് എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിലെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇനി സഫിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്? സഫൂഫക്കും, നിങ്ങൾ നിങ്ങളുടെ സഫുകൾ ശരിപ്പെടുത്തുക. തീർച്ചയായും നമസ്കാരത്തിന്റെ ഭംഗിയിൽപ്പെട്ടതാണ്, അത് സ്വീകരിക്കപ്പെടാൻ ഉള്ള ഷർത്തിൽപ്പെട്ടതാണ്, അത് ശരിയായ രൂപത്തിൽ നിർവഹിക്കുന്ന ഗണത്തിൽപ്പെട്ടതാണ് സഫ് വളയാതെ നിൽക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ സഫുകൾക്കിടയിൽ വിടവില്ലാത്ത രൂപത്തിൽ നിൽക്കുക എന്നതാണ്. അപ്പൊ സഫ് വളയാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോ നമ്മളെ പള്ളികളിലൊക്കെ കാർപ്പറ്റ് സംവിധാനങ്ങളാണ്, അടയാളപ്പെടുത്തിയ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളയാന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നില്ല. പക്ഷെ അവിടെയും ചില ആളുകൾ നിൽക്കുന്നിടത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാര്യമുണ്ട്. അതായത് കാലിന്റെ മടമ്പാണ് ചില ആൾക്കാർ നോക്കുന്നത്. മടമ്പ് നേരാക്കണം, മടമ്പല്ല സഫർ നോക്കേണ്ടത്, മറിച്ച് മുൻഭാഗമാണ് നേരെ നിൽക്കേണ്ടത്. മുന്നിക്ക് തള്ളി നിൽക്കാൻ പാടില്ല. ഒരാൾ മുന്നിക്ക് ഒരാൾ ബാക്കിക്ക് അങ്ങനെ ഉണ്ടാൻ പാടില്ല. ഒരാളെ കാലിങ്ങനെ വേറൊരാളെ കാലിങ്ങനെ അല്ല. ബാക്കിൽ എത്രയും വീതി വ്യത്യാസം ഉണ്ടാവും. 8 ഇഞ്ചും 10 ഇഞ്ചുള്ള കാലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 2 ഇഞ്ച് ബാക്ക് കൈകാരം. അത് മുന്നിക്കല്ല മണം പൊപ്പിക്കേണ്ടത്, മുന്നേക്കാണ് പല ആൾക്കാരും മണം പൊപ്പിച്ച് നിൽക്കുന്നത്. ഈ കസേര ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്ന വിഷയത്തിൽ മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിൽ സലഫി ഉലമാക്കൾക്കിടയിൽ കൃത്യമായ ചർച്ചകളുണ്ട്. ആ ചർച്ചകൾ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ വലിയ ഫിതനാവും. കാരണം എന്താണ്? പല സമയത്തും പല നേരത്തുമാണ് നിസ്കരിക്കാൻ ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് ഒന്നിച്ച് ഈ ഇരുന്ന് നിസ്കരിക്കേണ്ട ആളുകൾക്ക് ഒന്നിച്ച് ചെയറിട്ടിട്ട് ആ ഭാഗത്ത് ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. കാരണം പലപ്പോഴും നേരെ വൈകി വരുന്നോണ്ട് പല ഭാഗത്തായിരിക്കും ചിലപ്പോൾ കസേര. അപ്പോഴൊക്കെ ഈ സുന്നത്ത് പ്രകാരം ബാക്കിലേക്ക് തള്ളിയിട്ടാൽ മുൻഭാഗം സഫ് ക്ലിയർ ആക്കാൻ വേണ്ടി ബാക്കിലേക്ക് വെച്ചാല് മുന്നിൽ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ സുജൂദ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥ ഉള്ളതുകൊണ്ട് മുന്നിലിട്ട് നിൽക്കുകയാണ്. ശരിക്കും സഫിൽ മുൻകടക്കാൻ പാടില്ല. ഇമാമിന് മുൻകടക്കൽ വേറെ, ഇമാമിന് മുൻകടക്കൽ അല്ല ഇവിടെ പറഞ്ഞത്. സഫിൽ മുൻകടക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം തുടങ്ങിയാൽ റസൂലുള്ളാഹി ഇഖാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റസൂലുള്ളാഹി കയ്യിൽ ഒരു വടി ഉണ്ടാവും. റസൂലുള്ളാഹി ഇങ്ങനെ സഫിലൂടെ നടന്നു നോക്കും. എന്നിട്ട് ചില ആളുകളെ വയറിനെ ഇങ്ങനെ കുത്തുന്ന എന്താ മുന്നിൽ കേറി നിൽക്കാൻ വേണ്ടി. അപ്പൊ എന്താ മുന്നിലേക്ക് കയറിയല്ല നിൽക്കേണ്ടത്, ബാക്കാണ് ഒപ്പിക്കേണ്ടത്. അപ്പൊ മുന്നത്തെ കാല് കറക്റ്റ് ആക്കി വെക്കുക, ബാക്കില് മടമ്പൊപ്പിച്ച് നിൽക്കാന്ന ചില ആൾക്കാർ. അല്ല, കാൽമടമ്പല്ല ഒപ്പിക്കേണ്ടത്, ഒപ്പിക്കേണ്ടത് തോളുമാണ്, മുൻകാലുകളാണ് ഒപ്പിക്കേണ്ടത്. അപ്പം സഫിൽ മുൻകിടക്കാതിരിക്കുക, സഫിൽ മുൻകിടക്കാതിരിക്കുക എന്നുള്ളതാണ് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന വിഷയവും. അതേപോലെ തന്നെ പിന്നെ കസേരയിൽ നിന്നുകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന വിഷയവും ഒക്കെ പണ്ഡിതന്മാർക്കിടയിൽ പല നിലത്തിലുള്ള ഇഖ്തിലാഫുണ്ട്. ആ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ അത് നമുക്ക് അനുവദിച്ച രൂപത്തിൽ സാധിക്കുന്നത്ര അള്ളാഹുവിന് എന്ത് ചെയ്യുക, സൂക്ഷിക്കുക എന്നുള്ള. അപ്പൊ ചില ആളുകൾക്ക് മുട്ടുകുത്തിയിട്ട് നിസ്കരിക്കാൻ പറ്റുന്നവരുണ്ടാവും. ഞാൻ മുട്ടുകുത്തിയിട്ട് നിസ്കരിക്കുന്ന സമയം. അതേപോലെ ചില ആൾക്കാർക്ക് മുട്ടുകുത്താനോ ഇരിക്കാനോ കയ്യിലെ കാലം മടങ്ങി കിട്ടില്ല. ഓൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇരിക്കേണ്ടി വരും.
ആംഗ്യം കാണിക്കാൻ പറ്റുന്നുണ്ടാവും, ആംഗ്യം കാണിക്കാൻ പറ്റാത്തവരുണ്ടാവും. റുക്കൂനും സുജൂദിനും ഒരേപോലെ തന്നെ വളയുകളുണ്ടാവും, നല്ലോണം വളയുകളുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ശാരീരിക അസുഖത്തിനും പ്രയാസത്തിനും അനുസരിച്ചാണ്. കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവാണ്, പ്രതിഫലം നൽകുന്നവനും അള്ളയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ അള്ളാഹിന്റെ കാരണത്തിൽ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹുവാണ് അതിൽ പ്രതിഫലം നൽകുന്ന ആൾ എന്നതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ സൊഫിന്റെ കാര്യം അങ്ങനെയല്ല. സൊഫിന്റെ കാര്യം നമുക്ക് ഒരു ഉദരവുമില്ല. അത് വ്യക്തമായി നിസ്കാരത്തിന്റെ ഭംഗിക്കും അത് സ്വീകരിക്കാനും സൊഫ് ശരിപ്പെടുത്തുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീന പള്ളിയിൽ ചെന്നപ്പോൾ, മദീന പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പിന്നീട് ഒരിക്കൽ ചെന്നു. അപ്പോ ആളുകൾക്ക് ചുറ്റും കൂടി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ്. താബീങ്ങളായ ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ കാണാൻ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിൽ പണ്ഡിതരൊക്കെ കയറി വരുമ്പോ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ മടങ്ങാൻ. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ കയറി വന്നപ്പോ, മദീനയിലെ ഒരു പള്ളിയിൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുസരണായതുകൊണ്ട് ആ താബീങ്ങളൊക്കെ ചുറ്റും കൂടി. എന്നിട്ട് അവിടുന്ന് ഓർക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താ? ഞങ്ങളുടെ നമസ്കാരത്തിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ നിങ്ങളുടെ നമസ്കാരത്തിൽ, പിന്നെ നമസ്കാര കാലഘട്ടത്തിൽ? എന്നാൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ച ആൾക്കാരാണല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ നിസ്കാരത്തിൽ നിന്ന് എന്തെങ്കിലും സുന്നത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞത്, മാ അൻകറതു ശൈഅൻ ഇല്ലാ അന്നകും ലാ തുഖീമൂന സഫൂഫ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിഷമം തോന്നിയ ഒറ്റ കാര്യങ്ങൾ നിസ്കാരത്തിലുള്ളൂ, നിങ്ങൾ സൊഫ് നിൽക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. സൊഫില് ചെറിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറയും, വസുദ്ദുൽ ഹലൽ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങള് വിടവുകൾ അടക്കുക. അതാണ് മെയിനായിട്ട്. വിടവാണ് അടക്കേണ്ടത്. ശരീരത്തോട് ചേർത്തി വെക്കുന്ന രൂപത്തിൽ വിടവുകൾ അടക്കുക. വലാ തദ്റു ഖുർജാതി ശൈത്താൻ, ശൈത്താൻ കടന്നു വരാൻ വേണ്ടി വിടവുകൾ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അപ്പോ ഈ വിടവുകൾക്കിടയിലൂടെ, വിടവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം ഒട്ടിച്ചു നിർത്താതെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ കൂടെ പിശാച് കടന്നു വരുന്നു. മാത്രമല്ല, നിങ്ങളുടെ സൊഫുകൾക്കിടയിൽ കറുത്ത ആട്ടിൻകുട്ടിയുടെ രൂപത്തിൽ പിശാച് ഓടുന്നത് ഞാൻ കാണുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിശാച് പ്രവേശിക്കും അവിടെ സൊഫുകൾക്കിടയിൽ വിടവുണ്ടാക്കിയാൽ എന്നും. മറ്റൊരു ഹദീസിൽ വമൻ ഖതഅ സഫൻ ഖതഅഹു അല്ലാഹ് വമൻ വസല സഫൻ വസലഹു അല്ലാഹ്, ആരാണോ സഫുകൾക്കിടയിൽ അടുപ്പമുണ്ടാക്കുന്നത് അവരുമായി അല്ലാഹു തആല അടുക്കും. ആരാണോ സഫുകൾക്കിടയിൽ മുറിക്കുന്നത് അവരുമായി അല്ലാഹു ബന്ധം മുറിക്കും. കുടുംബബന്ധത്തെ പറ്റി പറഞ്ഞില്ലേ? ഒമൻ ഖതല, പിന്നെ എന്താണ് ഒമൻ, ഒരു ഹദീസിൽ കാണാമെന്ന് കുടുംബബന്ധം അല്ലാഹു തആലയോട് പറഞ്ഞു, എന്ത്? വസലനി വസലഹുല്ലാഹ് ഖതഅനി ഖതഅല്ലാഹ്, അല്ലാഹുവേ എന്നോട് ബന്ധം ചേർക്കുന്നവരോട് നീ ബന്ധം ചേരണമേ, എന്നോട് ബന്ധം മുറിക്കുന്നവരോട് നീ ബന്ധം മുറിക്കണേ. അപ്പൊ കുടുംബബന്ധം മുറിച്ചാൽ അല്ലാഹു തആല അവരിൽ നിന്ന് അകലുന്ന, ബന്ധം ചേർത്തിയാൽ അല്ലാഹു അവരുമായി അടുക്കും. അതേ രൂപത്തിലെ പദപ്രയോഗമാണ് നമസ്കാരത്തിൽ സഫ് നിൽക്കുന്നിടത്തും പറഞ്ഞത്. ഒമൻ വസല സഫൻ വസലഹുല്ലാഹ് ഖതഅ സഫൻ ഖതഅല്ലാഹ്. സഫ് യോജിപ്പിച്ചാൽ അല്ലാഹു അടുക്കും, കത്ത് മുറിച്ചാൽ അല്ലാഹു തആല അവരിൽ നിന്ന് ബന്ധമകലും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ് നിൽക്കുന്നതിനെ പറ്റി പഠിപ്പിച്ചിടത്ത് നുഅ്മാൻ ഇബ്നു ബശർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയാണ്, റഅയ്തു റജുലൻ മിന്നാ യുൽസിഫു മൻകിബഹു വമൻകിബി സാഹിബിഹി വകഅബഹു ബികഅബി. ഞങ്ങളിൽ ആളുകൾ ഒക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. എങ്ങനെ? അവരുടെ ചുമലിനെ അവരെ ചേർത്ത് നിർത്തുന്നു, തന്റെ കൂട്ടുകാരന്റെ ചുമലുമായി മുട്ടിക്കൊണ്ട്. അതേപോലെ തന്നെ കാലിന്റെ നെരിയാണി മറ്റൊരു സഹോദരന്റെ നെരിയാണിയിലേക്ക് ഉണ്ടോ. അപ്പൊ നെരിയാണിയുടെ ഈ ആണി തമ്മിൽ എന്നാണ് കാല് ഇങ്ങനെ വെക്കുക, ഷോൾഡർ തമ്മിൽ മുട്ടുക എന്നുള്ളതാണ്. അപ്പം ശരീരം സുഫൂഫക്കും നിങ്ങൾ സൊഫ് നേരെയാക്കുക എന്ന് പറയുമ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ, വേഗം ബാക്കല്ല നോക്കേണ്ടത്. എല്ലാരും നോക്കല എടുക്കുക, ബാക്ക് അല്ല. ഇമാമ് നോക്കല് സൗദിയിൽ എവിടെ നോക്കണ്ടേ നിങ്ങള്? ഇമാമ് നോക്കല് കാലിന്റെ മുൻഭാഗത്താണ്. അല്ലാതെ ഇമാമ് സൊഫിന്റെ അവിടേക്ക് ഇറങ്ങിയിട്ട് എല്ലാരും മടമ്പുകാലം അല്ല നോക്കുക, മുന്നേ നോക്കുക. എന്നിട്ട് പറയുന്നത് കുറച്ച് കേറിക്ക്, കുറച്ചൊന്നും ഇങ്ങോട്ട് ഇറങ്ങിക്ക്, അങ്ങനെ അദ്ദേഹം പറയും. അപ്പൊ അതാണ് സൊഫിന്റെ തർത്തീബ്.
പിന്നെ നിൽക്കുന്നിടത്ത് എന്താണ് നെരിയാണും തോളും തമ്മിൽ ചേർത്തുകൊണ്ട് നിൽക്കണം എന്നുള്ളതാണ്. ഈ വിഷയത്തിലും ഇന്ന് പല പള്ളികളിലും ഈ പറഞ്ഞ നമ്മളടക്കം ശ്രദ്ധിക്കുന്നില്ല. അല്ലാഹു ആ അവഗണിച്ച സുന്നത്തിനെ കൊണ്ടുവരാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് നൽകുമാറാകട്ടെ. ഭയങ്കര അശ്രദ്ധക്കുറവാണ്, നഷ്ടപ്പെട്ടു പോയ സുന്നത്തുകൾപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ മാത്രല്ല, ഇന്ന് മനസ്സ് തന്നെ പഴയ കാലത്തുള്ള ഒരു മഹബത്തും പഴയ കാലത്തുള്ള ഒരു പിന്നെ ഖുശൂഉം അതേപോലെ തന്നെ കണിശതയും ഒന്നും ഇന്നില്ല. പണ്ടൊക്കെ അങ്ങനെ കാലും നെരിയാണിയോടും തോളോടും വെച്ച് സ്വഫ് വളയാതെ നിൽക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. 10 മിനിറ്റുള്ള നിസ്കാരത്തിന് റുകൂഉം സുജൂദും ആശ്വാസം ഉണ്ടെങ്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു 3-4 മിനിറ്റ് അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ നല്ല പണി ഉണ്ടാവും. തറാവീനൊക്കെ അങ്ങനെയാണെങ്കിൽ, സുബഹിന്റെ ജമാഅത്തിനൊക്കെ അങ്ങനെയാണെങ്കിൽ നല്ല പ്രയാസം ഉണ്ടാവും. പക്ഷെ ആ പ്രയാസം അള്ളാഹുവുമായുള്ള മുനാജാത്തിൽ ഖുശൂഉ ഉള്ള ആളുകൾക്ക് അതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് നമുക്ക് ഖുശൂഉ കുറവാണ്, ഈമാൻ കുറവാണ്, അമല് കുറവാണ്. മൂന്നാമത്തെ ഒരു കാര്യം, പല ആൾക്കാരും പല ഗ്രൂപ്പുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പുകാരെ നിൽക്കുമ്പോ ഈ ഗ്രൂപ്പുകാരുടെ കാലായിട്ട് തൊട്ടും ഒരു അലർജിയാണ്. ചിലവർക്ക് നിഷേധ, അതായത് എന്താ പോലെ കാലു തന്നെ മുട്ടാൻ നിർത്താത്. എന്നിട്ട് ഒരാൾ മുജാഹിദ് പ്രസ്ഥാനത്തില് നമ്മളെ ഈ പ്രസ്ഥാനത്തിൽ വലിയൊരു ഹദീസ് പണ്ഡിതൻ ഒരു ലേഖന എഴുതി. ഞാൻ ഒതായിൽ പള്ളിയിൽ നിസ്കരിച്ചപ്പോ എന്റെ കുഞ്ഞലിന് ചവിട്ടി ഒരുത്തൻ. കുഞ്ഞലും അയാളെ കാലം ഒട്ടിച്ചാൽ പോലെ ആരെ ചവിട്ടുവോ? എന്നിട്ട് ചവിട്ടി. എന്നിട്ടറിയാ ഈ പിന്നെ തീവ്രതയാണ് ഇസ്ലാം, മറ്റേ പറഞ്ഞത് അതിനെ കുറ്റം പറയാം. എന്താ അങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ എന്നിട്ട് ഒരു ചോദ്യം ചെയ്യലും, ഇത് വലാ തദ്റു ഖുർജാതു ശൈത്താൻ, പിശാചിലൂടെ പ്രവേശിക്കൂല എന്നാ പറഞ്ഞത്. ജനൽ തുറന്നിട്ടിരിക്കണ, അവിടെ വെന്റിലേറ്റർ തുറന്നിട്ടിരിക്കണ്, കാൽ ഇങ്ങനല്ലേ വെച്ചിക്കണ്, അവിടെ ഇടല്ലേ. ഇതാണ് യുക്തിവാദം. ഹദീസാണ് ദഹിക്കണില്ല, ആ സുന്നത്താണ് എടുക്കണോന്നുള്ളൊരു അലർജി. പിന്നെ ഗ്രൂപ്പ് തമ്മിലുള്ള ഉണ്ടാവുമ്പോ ഐക്യം ഉണ്ടാകാതാക്കുമ്പോ സ്വാഭാവികമായിട്ടുണ്ടാവും. ഓപ്പ എന്റെ കാൽമൊക്കെ അങ്ങനെ മുട്ടിച്ചൊന്നും വേണ്ട എന്ന് കാല് വലിച്ചു. ഇപ്പൊ ഒരാളൊന്നും ഐക്യൊന്നും ഗ്രൂപ്പീസൊന്നും ഇല്ലാതെ നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ ഇയാളെ കാൽമുഖത്ത് മുട്ടിച്ചാൽ തന്നെ എന്ത് ചെയ്യും? കരണ്ട് അടിച്ച മാതിരി കാല് വലിച്ചു. പിന്നെ ചില ആൾക്കാര് സ്വഫ് നിൽക്കാൻ വരുമ്പോ തന്നെ നോക്കലാരാ, ഇപ്പുറത്തെ ആരാ അവനാണ്. അപ്പൊ കാത്തിക്കുക, വേറെ വരുമ്പോ ഗ്യാപ്പൊക്കെ കയറ്റാം. കാരണം അവന്റെ ഇപ്പൊ നിൽക്കേണ്ടി വരും. ഇടത്തെ ഭാഗത്ത് സലാം വിട്ടുമ്പോ എന്തായാലും അവന്റെ മുഖം കാണൂലേ. അപ്പൊ ഇതൊക്കെ മനസ്സുകൾ അകന്നത് കൊണ്ട് ഈ സുന്നത്തിനോട് അവഗണന ഉണ്ടായി. പഠനം കുറഞ്ഞുകൊണ്ട് സുന്നത്തിനോട് അവഗണന ഉണ്ടായി. ഈമാൻ കുറഞ്ഞത് കൊണ്ട് അവഗണന ഉണ്ടായി. ഞാനും പറയല്ലേ, നമ്മളടക്കമുള്ള ആൾക്കാരെ നീ പറയും, ഞാനടക്കം ഉള്ള അവസ്ഥ നീ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയണമാതിരി എന്ത് ചെയ്യാ, ആ സുന്നത്ത് ജീവിതത്തിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാ, കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം സഹാബികളൊക്കെ ആ വിഷയത്തിൽ കാണിച്ച തീവ്രതയും കാണിച്ച സഹിഷ്ണുതയും ചരിത്രം പറഞ്ഞത് കേട്ടാൽ നമുക്ക് ചിരിയും വരും, അത്ഭുതം വരും. സ്വഫ് നിന്നിട്ട് അവരുടെ വസ്ത്രം തേഞ്ഞു പോയി, കീറിപ്പോയി എന്ന് പറഞ്ഞ സംഭവം. തേഞ്ഞു പോയത് വസ്ത്രം തമ്മില് വരതിയിട്ടെങ്കിലല്ലേ തേയുള്ളൂ. 1 ദിവസം 2 ദിവസം വരുത്തി അവർ വസ്ത്രം തേയും ഇല്ല, കൊല്ലങ്ങൾ വരുത്തണം അല്ലേ. അപ്പൊ അത്യാവശ്യം കാലം വസ്ത്രം തമ്മിൽ വരുത്തിയിട്ട് ആ വസ്ത്രം തേഞ്ഞു പോയി, സ്വഫ് നിന്നിട്ട് കീറിപ്പോയി എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഒരു തേഞ്ഞ കുപ്പായ എന്ന പള്ളിക്ക് നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഇന്ന് പുൽപ്പറമ്പ് പള്ളിയിൽ അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ സ്വഫ് നിന്നിട്ട് കുപ്പായം തേഞ്ഞാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പിന്നെ എന്താണ് ഒരു പ്രദർശിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഞാകെ കിട്ടണമെങ്കിൽ കണ്ടക്ടർമാരെ കാക്കി കുപ്പായം ഉണ്ടാവും. ഒരു കമ്പിയമ്മ കാലങ്ങളായിട്ട് ചാരി നിന്ന് പൈസ ആക്കിയോണ്ട് കണ്ടക്ടറെ ചിലപ്പോ കാക്കി കുപ്പായത്തിന്റെ ബാക്കിൽ തേഞ്ഞിട്ടുണ്ടാവും. സ്വഫ് നിന്നിട്ട് തേയില്ല, സ്വഹാബികളുടെ തേഞ്ഞു പോയി. കാരണം മത്സരിക്കുകയാണ്, സുന്നത്തിന്റെ വിഷയത്തിൽ അവർ മത്സരിക്കുകയാണ്. മത്സരിക്കുന്നവരെ നിങ്ങൾ മത്സരിക്കേണ്ടത് എന്തിനാണ്? അള്ളാഹു തആലയിൽ നിന്ന് ബിർറ് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, പുണ്യം നേടാൻ വേണ്ടിയാണ്. അള്ളാഹു തആല ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് വേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ എന്ന ആ ഒരു ആഹ്വാനം കേട്ടുകൊണ്ട് സഹാബികൾ ആ വിഷയത്തിലൊക്കെ മത്സരിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് 1500 കൊല്ലം കഴിഞ്ഞു, ഏകദേശം 1447 കഴിഞ്ഞു. ഇനി 10-55 കൊല്ലേ ഉള്ളൂ 1500 കൊല്ലത്തിന്. അപ്പൊ ആ കാലഘട്ടം 15 നൂറ്റാണ്ടിന്റെ അടുത്തായതുകൊണ്ട് അത്രയും ദുർബലത ഈമാനിൽ ഉണ്ടാവും. പഴക്കമുണ്ട് ഇസ്ലാമിന്.
അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എത്രയോ പിൽക്കാലക്കാരാണ്. അപ്പൊ അതുകൊണ്ട് മുൻഗാമികളുടെ ഈമാൻ നമുക്ക് എന്തായാലും ഉണ്ടാവൂല, ഉറപ്പാണ്. എന്നാലും പരമാവധി ഇൻഷാ അല്ലാഹ് നമ്മളെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരായി മാറുക. അള്ളാഹു നമുക്കുള്ള താല്പര്യവും സുന്നത്തിനോടുള്ള അഭികാമ്യവും അത് ചെയ്യാനുള്ള ആരോഗ്യമുള്ള മനസ്സും ഖുശൂഅൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. ഇനി നമസ്കാരത്തിൽ മറ്റൊരു അഭിപ്രായ വ്യത്യാസമുള്ള മേഖലയാണ് കൈകെട്ടൽ. കൈകെട്ടുക എന്നുള്ളത്, കൈ എവിടെ കെട്ടണം, എന്തായാലും കെട്ടാതെ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണ് അല്ലെ. മാലിക്കി മദ്ഹബില് ഒലക്കമുണിയ മാതിരി നിൽക്കുക, അങ്ങനെ അല്ലാഹു അക്ബർ തന്നെ കൈ താത്തിരും. ഇതിനെപ്പറ്റി പറയുന്നത് തന്നെ ചരിത്രം പരിശോധിച്ചാല് ഇമാം മാലിക് അനസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കലും കൈ കെട്ടാതെ നിസ്കരിച്ച ആളല്ല, നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല അദ്ദേഹത്തിന്റെ കിതാബിൽ അലാ സദരിഹി എന്നോ തഹ്ത സദരി എന്നോ, അഥവാ നെഞ്ചിലോ നെഞ്ചിന്റെ നേരെ താഴത്തോ കെട്ടണം എന്നൊരു അഭിപ്രായം പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ കൈച്ചട്ട പിൽക്കാലത്ത് ഉയർത്താൻ പറ്റാത്ത വിധം അദ്ദേഹത്തിന് കൈ തളർന്നിരുന്നു എന്നാണ്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ഈ ഇൽമുൽ കലാമിന്റെ തർക്കം ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായി. ഹിജ്റ 2-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഉണ്ടാകുന്നത് ഇൽമുൽ കലാം. ഈ ഖൽഖുൽ ഖുർആൻ, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അല്ല വചനമാണോ എന്ന വിഷയം. അപ്പൊ ഈ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അതേപോലെ തന്നെ മുഅ്തസിലികൾ വളർന്നു വന്നു, ഗ്രീക്ക് ഫിലോസഫി വർദ്ധിച്ചു. ഗ്രീക്ക് ഫിലോസഫി എന്താണ്? ഇസ്ലാം പല രാജ്യങ്ങളിലേക്കും പടർന്നു വന്നപ്പോ ഈ തത്വശാസ്ത്രം ഉണ്ടല്ലോ, കലാമുകൾ കൊണ്ടുള്ള തർക്ക വ്യാഖ്യാനം, പദക്കസർത്ത് അതിന് പറയും. മന്തിക്കൊക്കെ ഉണ്ടായത് അന്നാണ്. മുസ്ലിയാക്കന്മാർ പള്ളി ദിവസം വന്നൊരു കിതാബാണെന്ത്? കിതാബുൽ മന്തിക്ക്, തർക്കിക്കുക. അതായത് ഒരു അബദ്ധവാദം സ്ഥാപിക്കാൻ അതിനെ തർക്കിച്ചിട്ട് എന്ത് ചെയ്യും, അതാണ് സ്ഥാപിക്കും. അതാണ് മന്തിക്ക്. ആ മന്തിക്ക് ഉണ്ടായതൊക്കെ ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ്. ഫൽസഫക്കാര്, ഫൽസഫ കാലം, ഗ്രീക്ക് ഫിലോസഫി, ഇൽമുൽ കലാം, ആ കാലഘട്ടവും പിന്നീട് ഈ പറഞ്ഞ മുഅ്തസിലിയ കാലഘട്ടം, അതിൽ നിന്നാണ് പിന്നീട് അശ്അരിയത്തും മാതുരിയത്തും ഒക്കെ ഉണ്ടായത്. ഈ മുഅ്തസിലിയ ആളുകൾ വ്യാപകമായി അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിച്ച് കടന്നു വന്നപ്പോൾ അവരെ വഴിതെറ്റിപ്പോയ ദീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരെ കൂട്ടത്തിൽ ഇറങ്ങി കളിച്ച ആളാണ് ഇമാം അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഈ സിഫത്തിൽ വഴി തെറ്റിപ്പോയി, അങ്ങേറ്റം പഴിച്ചുപോയി എന്നൊക്കെ ചില ആൾക്കാർ നമ്മളെ ആൾക്കാർ പറയലുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹത്തെ പറ്റി. ഒരിക്കലും അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയിൽ നിന്ന് പൂർണ്ണമായി വ്യതിചലിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ഈ കൊല്ലാബിയത്തിൽ പോയപ്പോൾ മുഅ്തസിലിയ വാദം 40 വർഷം അവരെ കൂടെ ആയതുകൊണ്ട് ചില പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു, അദ്ദേഹം അഖീദ പഴിച്ചു പോയവനാണ് എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ജീവിതത്തിന്റെ അന്തിമ സമയമായപ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്തു? വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥശാലയിൽ കയറി വാതിലടച്ചു. എന്നിട്ട് അദ്ദേഹം 17 ദിവസം കൊണ്ട് അൽ ഇബാന ഫി ഉസൂൽ ദിയാന എന്ന നല്ല ഗ്രന്ഥം എഴുതി. എന്നാൽ അദ്ദേഹം നേരെ പള്ളിയിലേക്ക് വന്നു. അദ്ദേഹം മിമ്പറിൽ കയറി ഈ കിതാബ് ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ കാലം അത്രയും നിങ്ങളുടെ കൂടെ പറഞ്ഞ വാദങ്ങൾ, കലാമിന്റെ വാദങ്ങളും അതേപോലെ മുഅ്തസിലിയ വാദങ്ങളും അള്ളാഹുവിന്റെ സിഫാത്തുകളെ തഅ്വീൽ ചെയ്ത വാദങ്ങളൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതെല്ലാം ബാത്തിലാണ്. യഥാർത്ഥ നിലപാട് അള്ളാഹുവിന്റെ സിഫാത്തുകളെ ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന സലഫികളുടെ നിലപാടാണ്. അതുകൊണ്ട് ഞാൻ ആ അഹ്ലുസുന്ന വൽ ജമാഅയിലേക്ക് ഞാൻ മടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മേൽവസ്ത്രം ഊരി വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കിതാബ് ഇനി മുതൽ ഇതാണ് എന്റെ നിലപാട് എന്നും പറഞ്ഞ് അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറിയ ആളാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളും അതേ മുഅ്തസിലികളൊക്കെ എന്ത് ചെയ്യാണ്? ഇപ്പോഴും ആ പഴയ കുപ്പായം തൊള്ളിട്ട് നടക്കുക എന്നുള്ളൂ, വേറൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഇമാം അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മാതുരിയെ പോലെയുള്ള ഈ കാലഘട്ടവും ഇൽമുൽ കലാമും ഖൽഖുൽ ഖുർആനും ഫൽസഫയും ഒക്കെ ഈ പറഞ്ഞ മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ കാലഘട്ടങ്ങളിലാണ് വ്യാപകമായി വന്നിട്ടുള്ളത്. അപ്പൊ അന്ന് ഉണ്ടായ ഒരു തർക്കത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതുണ്ടായതെന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭരണകൂടം ഈ മുഅ്തസിലിയ ആളുകളുടെ സ്വാധീനം കൊണ്ട്, അവരുടെ പേച്ച പണ്ഡിതന്മാരെ കൊണ്ട് ഭരണകൂടം വരെ എന്ത് ചെയ്തു? ആ നാട്ടിലെ നിയമം അങ്ങനെ ആക്കി. അപ്പൊ അതിന് അനുകൂലമായി സംസാരിക്കണമെന്ന് മാലിക് ഇമാമിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അനുകൂലമായി സംസാരിക്കില്ല. അദ്ദേഹത്തെ ജയിലിലിട്ടു, മർദ്ദിച്ചു. അദ്ദേഹത്തിന് 2 കൈച്ചട്ടയും പിന്നീട്
അടി കൊണ്ടത് കൊണ്ട് പിന്നീട് അദ്ദേഹത്തിന് ഉയർത്തി കൈകെട്ടാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിസ്കരിക്കാൻ നോക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ഒച്ച കേൾക്കും. പിന്നെ കാണുന്നത് എന്താ? കൈ തൂക്കിയിട്ട്. പക്ഷെ മനസ്സുകൊണ്ട് അദ്ദേഹം ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഒന്നുകിൽ നെഞ്ചിന് താഴെ അല്ലെങ്കിൽ നെഞ്ചിൽ കെട്ടിയ ആളാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിലൂടെയുള്ള മദ്ഹബിന്റെ പക്ഷപാതികൾ എന്ത് ചെയ്തു? ഓരോ മദ്ഹബിലും അങ്ങനെയല്ലോ, പരിശുദ്ധ കഅബാലയത്തിന്റെ 4 മൂലയിലേക്കും തിരിഞ്ഞുകൊണ്ട് 4 മദ്ഹബിന്റെ ആളുകളും ഒരേ സമയത്ത് 4 ജമാഅത്ത് നിർവഹിച്ചിരുന്നു. അത്ര കക്ഷിത്തണ് മൂത്തിട്ട് പിരാന്തായ കാലായിരുന്നു ആ കാലഘട്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാം മാലിക് നിസ്കരിക്കുന്നത് അങ്ങനെയാണ്. മാലിക് ഇമാം നിസ്കരിക്കുക അങ്ങനെ. പിന്നെ ഇതിനെ ഉണർന്നിക്കൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞ ഫത്വകളുണ്ട്. മാലിക് മദ്ഹബിൽ ഒരുപാട് കൗലുകളുണ്ട്. അങ്ങനെ അതെല്ലാം ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് ഇന്നും മാലിക് മദ്ഹബുകാർ കൈ തൂക്കിയിട്ടിരിക്കുന്നത്. അല്ലാതെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു അലമി മുറാദി. അപ്പൊ അതെന്തായാലും പറ്റില്ല. അപ്പൊ നിസ്കരിക്കുമ്പോ കൈ കെട്ടണം. കൈ എവിടെ കെട്ടുക? ചിലവർ പറഞ്ഞു എവിടെ കെട്ടിയാലും കുഴപ്പമില്ല. കൈ കെട്ടുന്ന വിഷയത്തിൽ നമ്മൾ തർക്കിച്ചിട്ട് ഉമ്മത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ പാടില്ല. ചില അലാസ്റ്റിക് ഇസ്ലാമിന്റെ ആൾക്കാർ, ഈ അലാസ്റ്റിക് ഇസ്ലാം എന്ന് മനസ്സിലായില്ലേ? സൂൾക്കേസ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഒത്തോടത്തേക്ക് ഒത്ത കോലത്തിൽ കൊണ്ടിറക്കുന്ന ഇസ്ലാം. കാലിനൊപ്പിച്ച് ചെരുപ്പ് മുറിക്കുക എന്നതല്ലാതെ ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിച്ചാൻ പാടുണ്ടോ? കാലിനൊപ്പിച്ച് ചെരുപ്പല്ലേ മുറിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്നത്തെ ആൾക്കാർ കാലിനൊപ്പിച്ച് മടമ്പ് ചെത്തുകയാണ്. നമ്മളെ ദേഹച്ചക്കും നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായത്തിനനുസരിച്ച് ഇസ്ലാം ദീന നിയമങ്ങളെ വെട്ടി തേച്ച് മിനുക്കി പരിവാക്കുക. അത് പറ്റൂല. അത് കൂടെ കൂടികളുടെ സ്വഭാവം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ലാ തഖൂലു ഇമ്മഅതൻ, നിങ്ങൾ കൂടെ കൂടികളാകരുത്. എന്താ കൂടെ കൂടികളുടെ സ്വഭാവം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന അഹ്സന നാസു അഹ്സന വ ഇന്ന സാഉ അഹ്സന. ഭൂരിപക്ഷ ആൾക്കാർ എന്താ ചെയ്യുന്നത്? അവിടെ ചെല്ലുമ്പോൾ ചെയ്യും. നല്ല ആൾക്കാരാണെങ്കിൽ ഓലപ്പൊക്കെ നല്ലത്, ചീത്ത ആൾക്കാരാണെങ്കിൽ ഓലപ്പോ ചീത്തത്. വലാകിൻ വഖ്തുനു അൻഫുസകും അൻ തുഹ്സിനു ഇദാ അസാ അന്നാസ്. ഏത് പ്രതികൂലമായ കാലാവസ്ഥയാലും ശരി, അവിടെ നീ ഒഴുക്കിനെതിരെ നീന്തണം, തിന്മക്കെതിരെ നീന്തണം, അരാജകത്വങ്ങൾക്കെതിരെ നീന്തണം. അതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ആള്. അങ്ങനെ നീന്തുമ്പോ, അങ്ങനെ സുന്നത്ത് സ്ഥിരപ്പെടുത്തുമ്പോ, അങ്ങനെ വാശി കാണിക്കുമ്പോ ഓനെ കുടുംബക്കാർ വെറുക്കും, ഭാര്യ വെറുക്കും, ഭർത്താവ് വെറുക്കും, മക്കൾ വെറുക്കും, നാട്ടുകാർ വെറുക്കും, പ്രസ്ഥാനം വെറുക്കും. അല്ലെ? അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒറ്റപ്പെടലുണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ മൻഹബ്ബലില്ല, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? അത് ചെയ്യും. അൽ മുഅ്മിനു ഫലിൽതമസ റിളല്ലാഹി വസ്വഹ്തിന്നാസ്. ജനങ്ങളുടെ വെറുപ്പ് നേടുകയും അള്ളാഹുവിന്റെ തൃപ്തി നേടുകയും ചെയ്യുമാര് മുഅ്മിൻ. അള്ളാഹിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജനങ്ങളുടെ വെറുപ്പ് വാങ്ങുന്നവരാണ് മുഅ്മിൻ. എന്നാ മുനാഫിക്കോ? അൽ മുനാഫിഖ് ഫലിൽതമസ റിളന്നാസി വസ്വഹ്തില്ലാ. ജനങ്ങളുടെ കയ്യടിക്ക് വേണ്ടി അള്ളാഹിന്റെ കോപം വാങ്ങും. നമ്മൾ ഏതാകണ്ടി? ആദ്യം പറഞ്ഞതാകണം. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോ നെഞ്ച് കൈ കെട്ടിയാലും ശരി, ഇവിടെ കൈ കെട്ടിയാലും ശരി, പൊക്കിളിന്റെ താഴത്ത് കെട്ടിയാലും ശരി, താത്തിട്ടാലും ശരി, കുഴപ്പമില്ല എന്നാണ് വിശാല മനസ്കരായ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. മദ്ഹബിൽ അങ്ങനെ ചർച്ച ഉണ്ട്. അതുകൊണ്ട് തന്നെ കൈ കെട്ടുന്ന വിഷയത്തില് നമ്മൾ കടുംപിടുത്തം പിടിക്കണ്ട എന്ന് പറയും. കടുംപിടുത്തം പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ പറ്റൂല. നമ്മൾ കടുംപിടുത്തം പിടിക്കണം, നമ്മൾ അമല ചെയ്യാൻ. മറ്റുള്ളവരോട് അവിടെ തന്നെ കെട്ടണം എന്നാണ് വാദിക്കണ്ട, ഓനെടുക്കാറാക്കണ്ട. അതിന്റെ പള്ളമ്മ കെട്ടിയോണ്ട് തന്നെ നിസ്കാരം ശരിയാവില്ല എന്ന് പറയാൻ നമ്മൾ പോകണ്ട. പക്ഷെ എന്തൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിയത് എന്ന ഹദീസ് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ്. ഖുർആന്റെ അടിസ്ഥാനത്തിലുണ്ട്, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഖുർആനിൽ തെളിവുണ്ട്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ. ഫസല്ലി റബ്ബിക വൻഹർ എന്ന ഈ ആയത്തിന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നു. ഫസല്ലി, നീ നമസ്കരിക്കുക, വൻഹർ, കഴുത്തിന് താഴെ നീ കൈവെക്കുക, അങ്ങനെ നെഞ്ചിൽ കൈവെക്കുക. അവിടെ നെതറ് എന്ന അർത്ഥം അറവല്ല, മറിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വസല്ലി റബ്ബിക, നീ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, വൻഹർ, കഴുത്തിന് താഴെ, അങ്ങനെ നെഞ്ചിൽ കൈവെക്കുക. ഈ ആയത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ്. ഇനി ഹദീസിൽ തന്നെ വ്യക്തമായി വാഹിദുൽ ഹുജർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ ഹദീസുകൾ, ഇഷ്ടംപോലെ ഹദീസുകൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. നോക്കൂ നിങ്ങൾ, തഫ്സീർ ത്വബരി, ഇബ്നു കസീർ, ഇമാം സുയൂത്തി, അതേപോലെ തന്നെ തഫ്സീർ റാസി, ഖുർത്തുബി, ഇതെല്ലാം ഈ ഇന്നാ അഅതൈനാകൽ കൗസർ ഫസൽ റബ്ബിക വൻഹർ, നീ റബ്ബിന് വേണ്ടി നമസ്കരിക്കുക, വൻഹർ, നീ നെഞ്ചത്ത് കൈവെക്കുക എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്.
വലഉ യദഇൽ പിന്നെ യദൈഹിൽ യുംന അലാ വസി സ്വാഹിബിഹി സുമ്മ വലഹുമാ. എന്താണ് ഇമാം തബരി രണ്ടാം വാള്യം 210-ാമത്തെ പേജിൽ അലി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൈവക്കാൻ പഠിപ്പിച്ചത് നെഞ്ചത്താണ് എന്ന് പറയുന്നു. മാത്രമല്ല ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സല്ലൈതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലഅ യദൈഹിൽ യുംന അലാ യദൈഹിൽ യുസ്റാ അലാ സദ്രിഹി. നീ ഇടത് കൈയിന്മേൽ വലത് കൈ ചേർക്കണം, എന്നിട്ട് അത് നെഞ്ചിലാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അവിടുത്തെ ശറഹ് മുഅദ്ദബിൽ സ്വഹീഹായ ഹദീസായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതില് നെഞ്ചിൽ കൈവെക്കണം എന്നുള്ളതാണ്. പള്ളി ദർസിൽ ഓതുന്ന ജലാലൈനി, തഫ്സീർ ജലാലൈനി, പള്ളി ദർസിൽ ഓതുന്ന കിതാബുൽ മഹല്ലി, പള്ളി ദർസിൽ ഓതുന്ന ഫതഹുൽ മുഈൻ വരെ നെഞ്ചത്ത് കൈവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹല്ലിയിൽ ഒരു അധ്യായം തന്നെ എന്താ, കിതാബുൽ ജനായിസ് അഥവാ മയ്യത്ത് സംസ്കരണം, ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട ബാബിൽ അധ്യായത്തിൽ മയ്യത്ത് നമസ്കാരത്തിന്റെ രൂപം വിവരിക്കുന്നിടത്ത് മഹല്ലിയിൽ കാണാൻ കഴിയും. എന്താണ് ജലാലുദ്ദീൻ മഹല്ലി പറയുന്നു, മറ്റു നമസ്കാരത്തിൽ നെഞ്ചത്ത് കൈവെക്കുന്ന പോലെ മയ്യത്ത് നമസ്കാരത്തിലും നെഞ്ചത്ത് കൈവെക്കണം അല്ലോ. അപ്പൊ നെഞ്ചിലാണ് കൈവെക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ഫത്ഹുൽ മുഈൻ സയ്യിദുൽ മഖ്ദൂം റഹ്മത്തുള്ളാഹിയുടെ ഫത്ഹുൽ മുഈനിൽ പോലും ഒരു മസ്അല ചർച്ച ചെയ്യുന്നുണ്ട്. എന്താ, നിസ്കാരം മുറിയുന്ന കാര്യങ്ങൾ പെട്ടതാണെന്ന് 3 തവണയിലധികം ഇളകുക എന്നുള്ളത്. 3 തവണക്കധികം ഇളകുക എന്നുള്ളത് ചൊറിഞ്ഞാൽ നിസ്കാരം മുറിയുമെന്നാണ്. അതിൽ പറയുന്നു അൻ സ്വദിരിഹി, നെഞ്ചിൽ നിന്ന് എടുത്ത് ചൊറിയുന്ന ഭാഗത്തേക്ക് വെച്ചാൽ. അപ്പൊ കൈ ആദ്യം ഇവിടെ നെഞ്ചിൽ നിന്ന് ഫത്ഹുൽ മുഈനിലുണ്ട്, ഷാഫി കിതാബിൽ വരെ ഉണ്ട്. കണ്ടോ, ഇതിന് പരിഭാഷ ചെയ്ത് നമ്മുടെ നാട്ടിലെ കുഞ്ഞിബാബ മുസ്ലിയാർ പാടുള്ളൂ. ഫത്ഹുൽ മുഈനിന്റെ പരിഭാഷ ചെയ്ത് ആ പരിഭാഷയിലുണ്ട് വ്യക്തമായി. ഏത് സാധാരണക്കാരനെ നോക്കിയാൽ മനസ്സിലാകും. അപ്പോ പൊക്കിളിന്റെ താഴെ എന്ന ഹദീസ് മുഴുവനും എന്താണ്, വലിയ ന്യൂനതയുള്ള ദഈഫായ ഹദീസുകളാണ്. വലിയ ന്യൂനതയുള്ള ദഈഫായ ഹദീസുകളാണ്. അതുകൊണ്ട് തന്നെ പൊക്കിളിന്റെ താഴെ എന്നുള്ളതില്ല. തഹ്ത സദ്രിഹി എന്നുണ്ട്, നെഞ്ചിന് താഴെ. അത് പൊക്കിളല്ലല്ലോ, നെഞ്ചിന്റെ നേരെ താഴെ. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അതിന് ഹിക്മത്തുണ്ട് എന്നാണ്. അഥവാ വഹുവ ഖൽബുൻ, അത് ഹൃദയത്തിലാണ്. ഹൃദയം എവിടെ ചെയ്യുന്നത്, നിന്റെ അറ്റത്ത്. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ, അത്ര തന്നെ ഉള്ളൂ. അപ്പോ പിന്നെ ഈ നമസ്കാരം മുറിയുന്ന കാര്യങ്ങൾ ഫത്ഹുൽ മുഈൻ പറഞ്ഞിടത്തും എന്താണ്, അൻ സ്വദിരിഹി, നെഞ്ചിൽ നിന്ന് എടുത്ത് ചൊറിയുന്ന ഭാഗത്തേക്ക് വെക്കുക എന്നാണ്. അപ്പൊ കൈ ആദ്യം നെഞ്ചത്താന്നുള്ളത് അതിൽ തന്നെ കിട്ടി. അപ്പൊ ഈ ഹദീസുകളിലൊക്കെ നമുക്ക് അൽഹംദുലില്ലാഹ് നെഞ്ചിൽ കൈ കെട്ടിക്കൊണ്ട് നമസ്കരിക്കണം, അലാ സ്വദിരിഹി, നെഞ്ചിൽ കൈകെട്ടി എന്ന് തന്നെ ഹദീസുകൾ ധാരാളം വന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വയറിൽ കെട്ടി എന്നുള്ളത് ദുർബലമായ ഒരു ഹദീസ് പോലും ഇല്ല. പിന്നെ പൂക്കളുടെ ആഴ്ചകളിൽ മദ്ഹബല്ലാതെ ഒരിക്കലും സ്വഹാബികളുടെ അസറിൽ നിന്നോ അങ്ങനെ ഒരു സംഗതിയോ ഇല്ല. ഇനി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു അബ്ദുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹൃദയത്തിൽ അഥവാ നെഞ്ചിൽ തന്നെ കൈ കെട്ടുക അല്ലെങ്കിൽ നെഞ്ചിന്റെ നേരെ താഴെ വെക്കുക എന്നതിന്റെ ഹിക്മത്ത് പറഞ്ഞെടുത്ത് പറഞ്ഞു, പിന്നെ ഖൽബു മൗദഇ നിയ്യ, ഹൃദയം എന്ന് പറയുന്നത് നിയ്യത്തിന്റെ സ്ഥാനമാണ്. ഹൃദയത്തിലാണല്ലോ നിയ്യത്തുള്ളത്, അപ്പൊ അത് നിയ്യത്തിന്റെ സ്ഥാനമാണ്. വൽ ആദാത്ത്, ഒരു പതിവുണ്ട്, എന്ത്, അന്ന മസ്തഖ്റജ അലാ ഷൈഇൻ ജഅല യദഹു അലൈഹി, ഒരു ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുമോ എന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, 2 കൈകളും ചേർത്തി ഇങ്ങനെ പിടിക്കുന്ന, കൂട്ടിപ്പിടിക്കും. അതെന്തിനാ, നമ്മൾ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്തി കൂട്ടിപ്പിടിക്കലാണ്. അപ്പൊ അത് ഒരു ആദാത്ത ഒരു പതിവാണ്. അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഹൃദയത്തിന്റെ സ്ഥാനം, നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമായതുകൊണ്ട് പിന്നെ കൈകൾ നമ്മൾ നമസ്കാരത്തിലും കൈകെട്ടേണ്ടത് ഹൃദയത്തിൽ തന്നെയാണ്, അഥവാ നെഞ്ചിലാണെന്ന് പറയുന്നത്. പിന്നെ ചില ആളുകൾ ഇവിടെയാണ് ഹൃദയം എന്നുള്ളത് കൊണ്ട് ഇടതുഭാഗത്ത് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കൈകെട്ടുന്നതും ചില ഇതിൽ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ചില കൈകെട്ടണോ ഇങ്ങനെ കെട്ടലുണ്ട്, ഇങ്ങനെ കെട്ടണോലുണ്ട്, ഇങ്ങനെ കെട്ടണോലുണ്ട്. ഇത് ഏത് രീതിയും സ്വീകരിക്കാം. അഥവാ ഇങ്ങനെ കൈവക്കാം, ഇങ്ങനെ കൈവക്കാം, ഇങ്ങനെയും കൈവക്കലെന്ന് തരാറില്ല. പക്ഷെ ഇങ്ങനെ കൈവക്കുക എന്നുള്ളൊരു അപായം, ട്രാൻസ്ഫോമർ ചിഹ്നം, അത് വേണ്ട.
അത് ചില എന്താ പറയാ നമ്മളെ കെ വി അബ്ദുൽ ലത്തീഫ് എന്നൊക്കെ പറഞ്ഞ പോക്കിരി മുജാഹിദുകാർ അങ്ങനെ ഉണ്ട് ചില നിസ്കാരം. അല്ലാഹു അക്ബർ, ഇതെന്ത് കയ്യട്ടില്ല, ഇങ്ങനെ കയ്യട്ടലില്ല. അല്ലാഹു അക്ബർ ഇങ്ങനെ കയ്യട്ടലുമില്ല. ചിലരുണ്ട് ഇങ്ങനെ കൈച്ചുണ്ടപ്പടി ഇങ്ങനൊക്കെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതില് ചെവിക്കുത്തി വരെ കൈകൾ ഉയർത്തി ഈ മണികണ്ഠത്തിൽ പിടിച്ച് അല സ്വദരി അല്ലെങ്കിൽ തഹ്ത സ്വദരി അല്ലെങ്കിൽ കുറച്ചത് അങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ ഈ രൂപത്തിൽ വെക്കലാണ് ഏറ്റവും ഉത്തമമായ രീതി. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നിസ്കരിച്ചു അപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, നമസ്കരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് 20ഓളം സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്ത നമസ്കാരത്തിൽ ഇമാം ഷെയ്ഖ് അൽബാനി ഉദ്ധരിച്ച കിതാബുകളിൽ നിന്നൊക്കെ ഈ വിഷയത്തിൽ ശരിയായ നിലപാട് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ എവിടെയും കൈകെട്ടാം, അതിലും തർക്കിക്കേണ്ട ആവശ്യമില്ല എന്നും പറയാറുണ്ട് നമ്മുടെ നാട്ടിലെ പരിഷ്കാരികളായ ആൾക്കാർ. സ്വാഭാവികമായിട്ട് ഞാനൊരു പ്രസ്ഥാനത്തിന് പേരെടുത്ത് കുറ്റം പറയല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്. അവര് സുന്നത്തിനെ പരിഹസിക്കുന്ന ഒരു ഉദ്ധരണി ഉണ്ട്, ഒരു ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത് എന്താണ്, കൈകെട്ട് കൂട്ടുപ്രാർത്ഥന നബിദിനാഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട്, അഥവാ കൈകെട്ട് കൂട്ടുപ്രാർത്ഥന നബിദിനാഘോഷം, കൈകെട്ട് പള്ളമ്മ കെട്ടിയത് വിദഅത്താണ്, നെഞ്ചത്ത് കൈകെട്ടൽ മാത്രമാണ് സുന്നത്ത് എന്നാണ് നമ്മൾ തർക്കിക്കാറില്ല. പക്ഷെ നെഞ്ചിൽ കൈകെട്ടുന്ന വിഷയം നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതേപോലെയാണോ നബിദിനാഘോഷവും കൂട്ടുപ്രാർത്ഥനയൊന്നും അല്ല. പക്ഷെ അതിനൊക്കെ കൂട്ടത്തിൽ എന്ത് ചെയ്യാ, ദിനം കണ്ട് തട്ടിയാൻ ദിനച്ചാൽ ഒരു വിരോധം എന്നാണ്. അപ്പൊ ഒരു തമാശയായിട്ടൊരു പിന്നെ എന്താണ് ഈ പേരോട് ഇബ്രാഹിം സഖാഫിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അയാള് പറയലുണ്ട്, ഈ മുജാഹിദ് ജമാഅത്തും ഈ വിഷയത്തില് മുജാഹിദ് കണിഷ്ഠത ജമാഅത്ത് ഇസ്ലാമിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എവിടെ കിട്ടിയാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് അയാളെ ഒരു മോള് കല്യാണം കഴിച്ചത് നല്ലൊരു സുന്നിയാണ്, വേറൊരു മോള് കെട്ടിച്ചത് മുജാഹിദുക്കുമാണ്. അപ്പൊ സുന്നിന്റെ ആള് വരുമ്പോ അമ്മോസാക്ക ഇമാം വെക്കുമ്പോ ഒരു പള്ളം കെട്ടും കരിയുന്നു. മുജാഹിദിന്റെ ആള് വരുമ്പോ നെഞ്ഞത്ത് കെട്ടുന്നു. രണ്ടാളും വന്ന് അപ്പൊ ഇയാളെ ഇമാം വന്ന് അപ്പൊ അല്ലാഹു അക്ബർ ഇങ്ങനെ കിട്ടി. രണ്ടാൾക്കും അഭിപ്രായ വ്യത്യാസം മാണ്ടാച്ചിട്ട് എന്നാണ് പരിഹസിച്ചൊരു സംഗതിയാണെങ്കിലും നമ്മള് പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അഴകുഴമ്പൻ നിലപാട് നിങ്ങൾക്ക് പറയാൻ പറ്റൂല. എന്നുവെച്ചാൽ അടിസ്ഥാനപരമായി പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ച നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആ വിഷയം പറയാം. അത് സാധാരണക്കാരല്ലല്ലോ പറയുന്നത്, അത് പണ്ഡിതന്മാർ പറയുന്ന വിഷയമാണ്. മദ്ഹബിൽക്കിടയിൽ ഇങ്ങനെ ഇഖ്തിലാഫുണ്ട്. സലഫി ലോകത്ത് തന്നെ ഇങ്ങനെ ഉണ്ട്. സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതന്മാരുടെ കിതാബുകളിലൊക്കെ ഈ വിഷയത്തിൽ ഇഖ്വാൻ മുസ്ലിമീൻ, അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ, യഥാർത്ഥ സലഫി പണ്ഡിതന്മാരല്ല, ഇഖ്വാൻ മുസ്ലിമീന്റെ പണ്ഡിതന്മാരായ ഇഖ്വാനികൾ, അവർ ഈ വിഷയത്തിൽ പറഞ്ഞത് നെഞ്ചിൽ കൈ കിട്ടിയാലും കുഴപ്പമില്ല, വയറ്റത്ത് കൈ കിട്ടിയാലും കുഴപ്പമില്ല, ആവശ്യത്തിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അങ്ങനെ നമ്മൾ അയകുഴമ്പൻ നിലപാട് പാടില്ല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തിൽ പണ്ടേ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, കൈകെട്ടുന്ന വിഷയത്തിൽ പോലും സംവാദം നടത്തിയ പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇൻഷാ അല്ലാഹ്. ഇനി നമസ്കാരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ബിദ്അത്തുകളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടെണ്ണം പറഞ്ഞു ബാക്കി അടുത്ത നമ്മുടെ ഫിഖഹിന്റെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ പല ആളുകളും നമസ്കാരത്തിൽ തല താഴ്ത്തി പിടിക്കുന്നതിന് പകരം, എന്താണ് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കുന്നതിന് പകരം പല ആളുകളും എന്ത് ചെയ്യും, ഇങ്ങനെ നേരെ നോക്കും, ചിലക്കാർ ഇങ്ങനെ നോക്കും, ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഇത് ഭയങ്കര കുറ്റകരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറഞ്ഞു, എന്ത്, ഫഅസാറ അസ്ഹു, നിങ്ങൾ തല താഴ്ത്തി പിടിക്കുക, എന്നാൽ ഇങ്ങനെ തന്നെ പിടിക്കുക, കറക്റ്റ് സുജൂദിന്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുക, വറമ, സുജൂദിലേക്ക് നോക്കുക എന്നാണ്. വകാന ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി നമസ്കരിക്കുന്നത് റസൂലുള്ളാഹി നിരോധിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുന്നതും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നതൊക്കെ നിരോധിക്കപ്പെട്ട കാര്യമാണെന്ന് മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നമസ്കാരത്തിൽ പിന്നെ ഇൽത്തിഫാത്ത് ചെയ്യുന്ന ആളുകളെ പറ്റി ചോദിച്ചു. ഇമാം ബുഖാരി 709 നമ്പർ ഹദീസായി പറഞ്ഞ കാര്യമാണ്. അഥവാ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ആളുകളുടെ കണ്ണുകൾ പിശാച് റാഞ്ചി കൊണ്ടുപോവുകയാണ്. ശൈത്താനാണ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നത്. അപ്പൊ മനസ്സിൽ നമുക്ക് ദുർബോധനം പല ആരും പല വർത്താനം ചിന്തയൊക്കെ ആകുമ്പോ
ഇങ്ങനെ നിൽക്കും, ഓൻ നിസ്കരിക്കണം, ഓനെ നോക്കും, ചിലപ്പോ അതിന്റെ കളർ നോക്കും, ചിലപ്പോ അവിടെ തൂങ്ങിക്കുന്ന കസാല നോക്കും. ഇങ്ങനെ നോക്കിയിട്ട് ഒരു യന്ത്രം പ്രവർത്തിക്കുന്ന പോലെ അങ്ങനെ നിസ്കരിച്ചു പോകും. വളരെ കുറ്റകരമാണ്. ചില ആൾക്കാർ കാണാം പിന്നെ ഇങ്ങനെ ആടും, നിസ്കാരത്തിൽ ഇങ്ങനെ ആടുക, ചെറിയ ആട്ടം. ചിലവര് സ്പ്രിംഗ് മക്കളായിരിക്കും ഇങ്ങനെ കുലുങ്ങി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആകും. ഇതൊക്കെ നമസ്കാരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കടുത്ത തെറ്റായ കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. നമസ്കാരം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കാര്യമാണ്. മാത്രമല്ല ആ നമസ്കാരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകൾ കാരണം തന്നെ നമുക്ക് നരകം ലഭിക്കും. 60 വർഷം നമസ്കരിച്ചിട്ട് നരകത്തിൽ പോയ ഒരാളെ ഹദീസ് നമ്മളെ കർമ്മശാസ്ത്ര പഠനം തുടങ്ങിയ ഫസ്റ്റത്തെ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടാവില്ല. 60 വർഷം നമസ്കരിച്ചിട്ട് ഒരു അബദ് നരകത്തിൽ പോയി. അതിന്റെ കാരണം എന്താ? അയാള് ബിദഅത്ത് ചെയ്തുകൊണ്ടല്ല, നമസ്കാരത്തിൽ അയാള് സുജൂദ് റുക്കൂഉം ശ്രദ്ധിച്ചില്ല. നവാഫിലുകൾ, അതിന്റെ പിന്നെ വാജിബാത്തുകള്, സുന്നനുകള്, റുക്നുകൾ, ഇതിൽ വീഴ്ച സംഭവിക്കുമ്പോൾ നിസ്കാരം തന്നെ ബാത്തിലായി പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വുളൂ മുതൽ, നിയ്യത്ത് മുതൽ, വുളൂ മുതൽ തശഹുദിലെ തസ്ലീം വരെ കൃത്യമായ തർത്തീബോടുകൂടി സുന്നത്തോടുകൂടി നമ്മൾ നമസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ രൂപത്തിൽ പ്രമാണങ്ങളെ പരമാവധി പഠിച്ച് സൂക്ഷ്മതയോടുകൂടി ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.